ക്രിസ്തുവിനും 2500 ആണ്ടുകളുടെ അകലമുണ്ട് മോശയ്ക്ക്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിന് തന്നെക്കാൾ 2500 ആണ്ടുകൾക്കപ്പുറത്തുള്ള മോശയ്ക്ക് എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ നിന്ന ചുമക്കാൻ പറ്റുന്നത്? അതിലേക്ക് വരാം. അതിനു മുമ്പ് ആദ്യം മോശ ജനിച്ചു വളർത്തപ്പെട്ട സ്ഥലത്തേക്കൊന്ന് പോകാം. ഒപ്പം ആ ടെക്സ്റ്റ് അഥവാ പാഠഭാഗം ഒന്ന് ഗ്രഹിച്ചും പോകാം. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരൻ എന്ന് കണ്ടു. ശരിപരിഭാഷ സുന്ദരനല്ല. ശിശു അസാധാരണത്വമുള്ളവൻ എന്ന് കണ്ടു. എൻ്റെ അർത്ഥമാണ് കറക്റ്റ്. സുന്ദരനല്ലായിരുന്നെങ്കിൽ കൊന്നുകളയായിരുന്നു അന്നേരെ. പണ്ടത്തെ ശീലം അങ്ങനാണോ? അല്ല, സൗന്ദര്യമില്ലെന്ന് കണ്ട് കൊന്നുകളയാൻ മാതാപിതാക്കൾ തുടങ്ങിയെങ്കിൽ നമ്മളൊക്കെ ഇവിടെ കാണുമായിരുന്നു. ഇത്ര ആളുകൾ ഈ സഭയിൽ വരുമായിരുന്നോ? അല്ല, ഇന്ന് ഈ യോഗം നടക്കുമായിരുന്നു? ഇന്ത്യയിൽ ഇത്രയും ജനങ്ങൾ കാണുമായിരുന്നു? ചിലരിപ്പ് കണ്ടിട്ട് കാണുമെന്നാ വിശ്വസിച്ചോ? വിരോധമൊന്നുമില്ല. അപ്പം സുന്ദരനല്ല ശരി പരിഭാഷ. പിന്നെന്താ? ശിശു അസാധാരണത്വമുള്ളവൻ എന്ന് കണ്ടു. ഞാനിവിടെ കൊച്ചു കുട്ടികളെ കാണുന്നു. നല്ല കുഞ്ഞുങ്ങളാണ് ഇവിടെയുള്ള കുഞ്ഞുങ്ങൾ. ചില സ്ഥലങ്ങളിൽ ചെന്നാൽ ഈ കുഞ്ഞുങ്ങളെ കണ്ടാൽ ലോകത്തിലേക്ക് വരാനുള്ള ഈ ലോകത്തിൻ്റെ പ്രഭു ഇവനാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. എന്നാൽ നല്ല ഊർജ്ജസ്വലരായ കുഞ്ഞുങ്ങൾ, കൊച്ചു കുട്ടികളൊക്കെ ആയിട്ട് സഹോദരിമാരിവിടെ വന്നിട്ടുണ്ട്. ഞാൻ അവരോട് ഒരു ചോദ്യം ചോദിക്കുക. നിങ്ങളുടെ ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് ഒരു 3 മാസം ഒളിപ്പിക്കാമോ? ആട്ടെ, ഒരു 3 ആഴ്ച ഈ കുഞ്ഞിനെ ഒളിപ്പിക്കാമോ? 3 ദിവസം ഒരു കുഞ്ഞിനെ ഒളിപ്പിക്കാൻ ശേഷിയുള്ള ഒരു സ്ത്രീയും വിടില്ല. 3 മണിക്കൂർ ഈ കുഞ്ഞിനെ ഒളിപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. അങ്ങനെയെങ്കിൽ 3 മാസം ഈ കുഞ്ഞിനെ ഒളിപ്പിക്കാൻ അപ്പനും അമ്മയും അഹരോനും മിറിയാമും ഏറ്റെടുത്തൊരു ദൗത്യത്തിൻ്റെ ശക്തി മനസ്സിലാകുമോ? ഒന്നാദ്യം ഗ്രഹിക്ക്. വിലപിടിപ്പുള്ളതൊക്കെ സൂക്ഷിക്കാൻ ശ്രമം നടത്തിയേ പറ്റൂ. വിലപിടിപ്പുള്ള വസ്തുക്കൾ സൂക്ഷിക്കാൻ ജാഗ്രത കൂടിയേ പറ്റൂ. കാരണം മോശ ഒരു കേവല മനുഷ്യനല്ല. 430 വർഷത്തെ കണ്ണീരിന് ഉടയവൻ പ്രാർത്ഥിച്ചു കരഞ്ഞ ജനത്തിന് കൊടുത്ത ഉത്തരം കൈനീട്ടി വാങ്ങിയവൾക്കൊരു ഉത്തരവാദിത്വം. ഏത് നിയമത്തെയും കടപുഴകി എഴുതാൻ, ഏത് ഫറവോയുടെ അനുശാസനങ്ങളെയും കാറ്റിൽ പറത്താൻ, ആർത്തലക്കുന്ന ചെങ്കടലും കരം നീട്ടി 2ആയി പിളരാൻ കേൾപ്പുള്ള ഒരു ദർശനം കരങ്ങളിലെന്തുമ്പോൾ അതിനെ ഒളിപ്പിച്ചു വച്ചേ പറ്റൂ. വിലപിടിപ്പുള്ള ആ ദർശനം ഇന്ന് രാത്രി ഒരു പുത്തൻ അനുഭവമായി അടിയന്തരം ഇതയും പകരണമേ. വിശ്വസ്തയോടെ ഞാൻ ആ ദർശനം ഉൾക്കൊണ്ട് മുന്നേറും. അതിനായി കാത്തിരിക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം. നമുക്കല്പനേരം ഈജിപ്റ്റ് എന്ന മിസ്രയീമിലേക്ക് ഒന്ന് പോകണം. ഈജിപ്റ്റ് എന്ന മിസ്രയീം ഇതൊരു ഉത്തരാഫ്രിക്കൻ രാജ്യം. ഏഷ്യയും ആഫ്രിക്കയും തമ്മിൽ വേർതിരിക്കുന്ന സൂയസ് കനാലും അക്വാബ ഉൾക്കടലും സൂയസ് കടലും ചെങ്കടലും ഒക്കെ തീരമണയുന്ന ഒരു ഭൂപ്രദേശം. ആകെയുള്ള ഭൂപ്രദേശത്തിൻ്റെ 96% മരുഭൂമി. വാസയോഗ്യമായത് 4% മാത്രം ഭൂമി. ഇതാണ് ഈജിപ്റ്റ്. ഞാൻ ഈജിപ്റ്റുകാരെ കൂടി ഒന്ന് പരിചയപ്പെടുത്താം. ഈജിപ്റ്റുകാർ ഏറ്റവും പ്രാധാന്യം കൊടുത്തത് ആത്മീയതയ്ക്കാണ്.
ആത്മീയതയ്ക്കാണ് എന്ന് പറഞ്ഞാൽ പോരാ, ഒരു ഘട്ടത്തിൽ അവരുടെ ദേവന്മാരുടെ എണ്ണം 2900 2900 ദേവഗണങ്ങളെ, ദേവതമാരെ ആരാധിച്ചു പോന്ന ഈജിപ്തുകാർ ഒരു പ്രധാന ദേവനായി കണ്ടത് സൂര്യനായിരുന്നു. സൂര്യന് അവർ ഇട്ടുവിളിച്ച പേര് റേ എന്നായിരുന്നു. അതിൽ നിന്നാണ് എക്സ് റേ എന്ന പദം നിഷ്പാദിക്കുന്നത്. കിരണം, റേ, ഗോഡ് റേ. റാ എന്നും ചില പരിഭാഷകളിൽ കാണും. അതൊക്കെ എന്തോലും ആട്ടെ. ഇതൊന്നും കൂടാതെ അവർക്കൊരു പ്രധാന ദേവനുണ്ടായിരുന്നു ഒപ്പം. ആ ദേവൻ നിങ്ങളറിയും, നൈൽ. നൈല് ദേവത അല്ല, ദേവനാണ്. നമ്മുടെ നാട്ടിൽ ഈ വെള്ളം, നദി, ഇതെല്ലാം സ്ത്രീലിംഗപ്രയോഗങ്ങളാണ്. അങ്ങനല്ലേ? സ്ത്രീകളായിട്ടല്ലേ ഈ നദികളെ. നദികൾ മാത്രമല്ല, ഈ സുനാമി എല്ലാം പെണ്ണുങ്ങളുടെ പേരാണ്. കത്രീന, റീത, ഇതെല്ലാം പേരുകൾ അർത്ഥവത്തായ പേരുകളാണ്. എന്തർത്ഥമായിരുന്നു? അപ്പോൾ നദികളും സ്ത്രീലിംഗ ഭാവമാണ് ഭാരതത്തിൽ. ഒരു നദി ഒഴിച്ചു ബാക്കിയല്ല. ഒരു നദി മാത്രമുണ്ട്, പുരുഷൻ. അത് ബ്രഹ്മപുത്രയാണ്, സൺ ഓഫ് ബ്രഹ്മ. ബ്രഹ്മപുത്ര ഒഴിച്ചുള്ള നദികൾക്കെല്ലാം സ്ത്രൈണഭാവമാണ്. ഈജിപ്തിലെ നൈൽ സ്ത്രൈണഭാവമല്ല, പൗരുഷഭാവമുള്ളൊരു ദേവൻ. മഴ ലഭിക്കാത്ത ഈജിപ്തിൻ്റെ അനുഗ്രഹമാണ് നൈൽ. അതുകൊണ്ട് ഹെറോഡോട്ടസ് നൈലിനെ വിളിച്ചു ഈജിപ്തിൻ്റെ ജീവനാഡി, ദ വെയിൻ ഓഫ് ഈജിപ്റ്റ്. തിരിച്ച് വീണ്ടും ഈജിപ്തിനെ വിളിച്ചു നൈൽ നദിയുടെ ദാനം, ദ ഗിഫ്റ്റ് ഓഫ് നൈൽ. അതൊക്കെ അവിടെ കിടക്കട്ടെ. ഈ നൈലിനും സൂര്യനുമിടയിൽ 2900 ദൈവങ്ങൾ. ഇത് കൂടാതെ വേറെ ചില ദൈവങ്ങൾ, അതുകൂടി ഒന്ന് പറയാം. 430 വർഷം ദൈവജനം ഇവിടെ കിടന്നു എന്നറിയണമല്ലോ, അതിനു വേണ്ടിയാ. ഇതറിഞ്ഞിട്ട് മതി അടുത്തെല്ലാ വിശ്വാസികൾ ആ സ്ഥലം വിൽക്കണോ വേണ്ട എന്നൊക്കെ പിന്നെ തീരുമാനിച്ചാൽ മതി. അതുകൊണ്ട് ഇവരിടയിലാണ് ഇവർ വളരുന്ന ഇസ്രായേൽ മക്കൾ, പണിയെടുക്കുന്ന, അവർക്ക് അടിമകളാണ്. ആ സാഹചര്യത്തിൽ ഇവയൊന്നും കൂടാതെ മറ്റൊരു ആത്മീയതയ്ക്ക് കൂടി ഈജിപ്തുകാർ മുൻതൂക്കം നൽകി. അത് മരിച്ചു പോയവൻ്റെ ആത്മാവിനോടും ശരീരത്തോടുമുള്ള ആദരവായിരുന്നു. പ്രേതങ്ങളെ ആരാധിച്ചിരുന്നു ഈജിപ്തുകാർ. ശവശരീരത്തെ ആരാധിച്ചു, പൂജിച്ചു. ഒന്നുകൂടി അതൊന്ന് പറയാം. പേടിയുള്ളവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയും. എൻ്റെ ബാല്യത്തിൽ എൻ്റെ ചേച്ചി പറഞ്ഞു, ഞാൻ ചെറുപ്പത്തിലെ വിശ്വാസത്തിൽ വന്ന ആളാണ്. 12 വയസ്സിൽ സ്നാനപ്പെട്ടു. ഞങ്ങളുടെ നാടെല്ലാം വലിയ കാടാണ്. 10,000 ഏക്കർ തോട്ടത്തിനകത്താണ് നമ്മുടെ വീട്. എൻ്റെ അല്ല, KP ഒന്നാൻ്റെ. അപ്പോൾ അവിടെ പറക്കുമ്പോൾ രാത്രിയിലൊക്കെ തിരിച്ചു വരുമ്പോൾ എൻ്റെ ചേച്ചി പറയും, ഒറ്റയ്ക്കാണ് നീ വരുന്നെങ്കിൽ ഭയം വരുമ്പോൾ ഒരു പണിയുണ്ട്, ഉച്ചത്തിൽ രക്തം എന്ന് പറഞ്ഞുകൊണ്ട് പോരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതല്ല, വല്ലവരും കിട്ടച്ചു പിന്നെ വിഷയം ഉണ്ടാക്കുകയല്ലേ, നമ്മൾ രാത്രി രക്തം എന്ന് പറഞ്ഞ് വഴി വരുന്നു. അതുകൊണ്ട് ഭയമുള്ളവർ രക്തത്തിൽ ആശ്രയിച്ചിരുന്നോ. ഞാൻ പറയുന്നത് ഈജിപ്തുകാരൻ്റെ മരണം. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ പണം ചെലവിട്ടാണ് ഈജിപ്തുകാർ ശവം സംസ്കരിക്കുന്നത്. അന്ന് ശവശരീരം കാണാൻ പോകുന്നവർ വിലപിടിപ്പുള്ള സ്വർണ്ണ മാലകൾ, വെള്ളിപ്പാത്രങ്ങൾ, സ്വർണ്ണ നാണയങ്ങൾ, സംസ്കരിച്ചുണക്കിയ പഴങ്ങൾ, പട്ടുവസ്ത്രങ്ങൾ, ഇതര ഉടയാടകൾ, ഇതൊക്കെ കൊണ്ടുവേണം ശവം കാണാൻ പോകാൻ. വീട്ടുകാർക്കും വലിയ ചിലവാണ്. ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് അയക്കുന്നതിലും ചിലവാണ് ഒരു ശവസംസ്കാരം.
അതുകൊണ്ട് തന്നെ പല വീട്ടിലും പ്രായമുള്ള ആളുകളെ കാണുമ്പോൾ വീട്ടിൽ ആൾക്കാർക്ക് ഭയം, അപ്പച്ചാ ചതിക്കരുത്, എന്തോ വേണമെങ്കിലും ചെയ്യാമെന്ന്. അമ്മച്ചി ഒരു പ്രശ്നം ഉണ്ടാക്കല്ല, എന്തോ വേണം പറ, നല്ല കാര്യമല്ലേ, അമ്മായിയമ്മ പോരില്ല, വഴക്കില്ല, പ്രയാസമില്ല. വിഷയം ഉണ്ടായ ഉടനെ അമ്മച്ചി പറഞ്ഞാൽ മതി, ഞാനിപ്പോൾ ചാകുമെന്ന് പറഞ്ഞാൽ മരുമകൾ പറയും വേണ്ട ചെയ്യരുത്. അതാണ് ഈജിപ്തുകാർ. അവർ ശവമടക്കുന്നത് വീട്ടിൽ തന്നെയാണ്. വീട്ടിലൊരു മുറി വേർതിരിച്ചിട്ടുണ്ട്, അവിടെ ഒരു കല്ലറ നിലത്ത് നിന്ന് കെട്ടി മുകളിലേക്ക് വാർക്കും. കുഴിച്ചിടുന്ന പതിവില്ല. പണമില്ലാത്ത അതിസാധാരണക്കാരൻ്റെ മരണമാണ് ഞാനീ പറഞ്ഞത്. ഇനി കോടീശ്വരൻ്റെ മരണം ഞാൻ പറയാൻ പോവാണ്. അതിസമ്പന്നന്റെ മരണം അതുകൂടി പറഞ്ഞാൽ വിരസതയുള്ള ആ ചരിത്രം ഞാൻ വിട്ടേക്കാം. ഈജിപ്തിലെ ഒരു കോടീശ്വരൻ വേണ്ട, രാജ്യം ഭരിക്കുന്ന ചക്രവർത്തി മരിച്ചു എന്ന് കരുതുക. ചക്രവർത്തിയുടെ സ്ഥാനപ്പേര് ഫറവോ. മലയാളം ബൈബിളിലെ ഫറവോൻ എന്ന പ്രയോഗമല്ല ശരി, ഫറവോ. ഫറവോൻ്റെ അല്ല ശരി, ഫറവോയുടെ അതാ ശരി. ഇനി എങ്ങനെയാട്ടെ പോകട്ടെ. ഫറവോയുടെ ശവസംസ്കാരം എങ്ങനെയെന്ന് പറയാം. മരിച്ചത് ഫറവോ എങ്കിൽ അപ്പോത്തിക്കരിമാർ എന്നറിയപ്പെടുന്ന കൊട്ടാരം വൈദ്യന്മാർ വരും, നാടി പിടിക്കും, മരണം സ്ഥിരീകരിക്കും. ഈ ആളിൻ്റെ ശവശരീരമെടുത്ത് ഒരു വിശാല കൽത്തളത്തിൽ മലർത്തിക്കിടത്തും. ഈ ശവശരീരത്തിൻ്റെ മൂക്കിലേക്ക് നീളമുള്ള ഒരു മുളന്തണ്ട് കടത്തും. ഇസ്നോഫീലുള്ളൊരു തുമ്മരുത്, ഈ തക്കത്തിന് രാസവസ്തുക്കളുടെ ഒരു കൂട്ട് ഈ മൂക്കിലേക്ക് ഒഴിക്കും. അല്പം കഴിഞ്ഞ് ഈ ബോഡി കമഴ്ത്തിക്കിടത്തും. ഈജിപ്തുകാർ വിശ്വസിക്കുന്നു മനുഷ്യ ശരീരത്തിൽ തീരെ ആവശ്യമില്ലാത്ത ഒരു ഭാഗമുണ്ട്, അതവൻ്റെ തലച്ചോറാണ്. എൻ്റെ വിശ്വാസമല്ല, ഈജിപ്തുകാരൻ്റെ. അത് കളയാനുള്ള വിദ്യയാണ് ഈ കാണിച്ചത്. ഇത് കളയുന്നതോടെ രാജാവ് ഇമ്മോർട്ടലായി, നിത്യനായി, മരണമില്ല. എന്നിട്ട് രാജാവിനെ വീണ്ടും നിവര കിടത്തിയ ശേഷം നെഞ്ചു മുതൽ ഉദരം വരെ പിളർന്ന് ആന്തരിക അവയവങ്ങൾ പുറത്തെടുക്കും. അത് പച്ചമരുന്നുകൾ ഇടിച്ചുകൂട്ടിയ കൂട്ടിനുള്ളിൽ മുക്കിയെടുത്ത് സൂര്യവെളിച്ചത്തിൽ ഉണക്കും. ഈ ശവശരീരവും സുഗന്ധ വസ്തുക്കളിട്ടുണക്കും. ഇങ്ങനെ ചെയ്യാൻ മിനിമം 40 ദിവസം, അങ്ങനെ 70 ദിവസം വരെ വേണ്ടി വരും. അങ്ങനെ നേരിയ സൂര്യവെളിച്ചത്തിൽ ഉണക്കിയെടുത്ത് വീണ്ടും ശരീരത്തിൽ കയറ്റും. ശരീരം കുത്തിക്കെട്ടും. ഈ ശരീരം വിശാലമായൊരു സ്ഥലത്തേക്ക് അടക്കം ചെയ്യാൻ കൊണ്ടുപോവുകയാണ്, സംസ്കരിക്കാൻ. 7 പെട്ടികളിലാണ് ഒരു ഫറവോയെ അടക്കുക. ഒരു പെട്ടിക്കുള്ളിൽ മറ്റൊരു പെട്ടി, വിലപിടിപ്പുള്ള സ്വർണ്ണ പെട്ടികൾ, വിലപിടിപ്പുള്ള വെള്ളിപ്പെട്ടികൾ. ഇതിലേക്ക് ബോഡി വെച്ച ശേഷം ഈ ശവശരീരം കൊണ്ട് കല്ലറയ്ക്കുള്ളിൽ വയ്ക്കും. കല്ലറയെന്ന് കേട്ടപ്പോഴേ നമ്മുടെയൊക്കെ നിന്ന് തിരിയാനിടയില്ലാത്ത സെല്ലും പരിസരമാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്. അത്ര വലുത് നല്ല സെല്ല് ചിലയിടത്തൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. ചില സെല്ല് കണ്ട ഇപ്പോഴങ്ങ് മരിച്ചാൽ എന്താണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ ഭംഗിയുള്ള സെല്ല്. ഇങ്ങോട്ടാ പോകുന്നത്, പിന്നെ എന്തിനാ വിഷമിക്കുന്നതെന്ന് ഓർത്ത നല്ല സെല്ലുകളുണ്ട്, അതോർത്ത് പറഞ്ഞല്ല. എന്നാൽ ഈജിപ്തിലെ ഫറവോമാരെ അടക്കുന്ന സെല്ല് ഒരു കൊട്ടാരമാണ്. ആധുനിക വാസ്തുവിദ്യയും അമ്പരപ്പിക്കും വിധം 450 അടി ഉയരത്തിൽ 13 ഏക്കറിൽ വ്യാപരിച്ചു കിടക്കുന്ന ഫറവോയുടെ ശവകുടീരം ഇന്നും ഈജിപ്തിലുണ്ട്. അതാണ് നമ്മൾ വിളിക്കുന്നത് പിരമിഡ്. ആ പിരമിഡ് അത്ഭുതങ്ങളുടെയും ദുരൂഹതകളുടെയും ഒരു കൂടാണ്. ആ പിരമിഡിനുള്ളിൽ ശവസംസ്കരിക്കുമ്പോൾ മരിച്ചത് രാജാവായതുകൊണ്ട് തൻ്റെ പ്രിയ പത്നിയുടെ
പത്നിയെ കൂടി കൊന്ന് ഈ കൂടെ വെക്കും. രാജസേവകന്മാരെ ഒക്കെ കൊന്ന് ഈ കൂടെ വെക്കും. ഒരു മരണ പരമ്പരയാണ്. വിലപിടിപ്പുള്ള സ്വർണ്ണ നാണയങ്ങൾ, പത്മരാഗക്കല്ലുകൾ, വൈഡൂര്യക്കല്ലുകൾ, മാണിക്യ കല്ലുകൾ, സുഗന്ധി രത്നങ്ങൾ, ഇവയൊക്കെ നിറച്ചു വച്ച വ്യത്യസ്തതരം ഭരണികൾ. കുറ്റാക്കുറ്റിരുട്ടത്തും മഴവില്ലിൻ്റെ ഏഴഴക് ശോഭിക്കുന്ന പ്രഭാപൂരിതമായ അന്തരീക്ഷത്തിലാണ് ഫറവോ കിടക്കുന്നത്. ആ മരണം ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെട്ടിരുന്നെങ്കിൽ ഈ മോശയ്ക്കും ലഭിക്കുമായിരുന്നു. ആ ഉദാത്ത മരണം വേണ്ടെന്ന് വച്ച് വഴിയോരത്തെവിടെയോ വീണു മരിച്ച ദയപുരുഷൻ്റെ ആത്മസമർപ്പണം കണ്ടിട്ട് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു, മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ, സ്വർണ്ണപേടകത്തിൽ അടക്കം ചെയ്യപ്പെടുന്നതിനേക്കാൾ കോടികൾ വിലമതിക്കുന്ന പത്മരാഗ കല്ലുകളുടെ മനോഹാരിതയിൽ വിശ്രമിക്കുന്നതിനേക്കാൾ വഴിയോരത്തെവിടെയോ വാഗ്ദത്ത കനാൻ ദൂരത്തു നിന്ന് കണ്ടിട്ട് ക്രിസ്തുവിൻ്റെ നിന്ന് ചുമന്ന് മരിച്ചടക്കപ്പെട്ടവൻ. ഇന്ന് രാത്രി തിരുവെടുത്ത് കേൾക്കുന്നവരെ, ഉലകം മുഴുവൻ വെറുതെ തന്നാലും ക്രിസ്തുവിൻ സ്നേഹത്തിന് തത്തുല്യമല്ലത് എന്ന ബോധ്യത്തിൽ നാഥ നിന്നെ അനുഗമിപ്പാൻ ഈ സാധുക്കളും അടുത്തു വരുന്നു. ഒരു സമർപ്പണത്തിനടുത്തിയല്ല. ഇത് ഏകദേശം മനസ്സിലായി. അതുകൊണ്ട് ആ ചരിത്രമൊക്കെ ഞാൻ വിടുന്നു. മനസ്സിലായല്ലോ? ആ ശരി, അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ഞാനിനി നേരെ മോശ എന്നൊരു വിഷയത്തിലേക്ക് തന്നെ കിടക്കാം. നാട്ടിലൊരു നിയമം, ഇനിമേൽ ആൺകുഞ്ഞിനെ പ്രസവിക്കാൻ പാടില്ല. അമ്മയ്ക്ക് കിട്ടിയ ആ ഉത്തരവാണ്. ഇത് കേട്ടാൽ ഇങ്ങനെയൊക്കെ നിയമം വരുമോ എന്നൊരു പരിഭവവും ആശങ്കയൊക്കെ വരും ആളുകൾക്ക്. ക്ഷമിക്കണം, ഞാനല്പം വളഞ്ഞ വഴിക്കൊരു കാര്യം പറയാം. നേരെ പറഞ്ഞാൽ ഇതൊക്കെ പിടിക്കുന്ന സ്ഥിതിക്ക് ഇച്ചിരി പ്രശ്നം ഉണ്ടാകും. എങ്കിലും പറയാം, ഒരു കാര്യം ബോധ്യപ്പെടുത്താം. നമ്മുടെ രാജ്യത്തും പണ്ടൊരു ഭരണാധികാരി ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും മക്കളേറെ, അതുകൊണ്ട് കുഞ്ഞുങ്ങളധികം പാടില്ല. ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളിൽ കൂടുതലായ കേസെടുക്കും. അടുത്ത കാലത്ത് വരെ വീണ്ടും അങ്ങനെ ഒരു നിയമം വരാൻ തുടങ്ങി. കൃഷ്ണയ്യരായിരുന്നു, പരേതനായ കൃഷ്ണയ്യരായിരുന്നു അതിന് ഏറ്റവും അധികം പിന്തുണ കൊടുത്തത്. ആ പറഞ്ഞ കൃഷ്ണയ്യർക്ക് 9 മക്കളും കണ്ട. അപ്പോൾ ഞാനപ്പോൾ ഒരു ലേഖനം എഴുതി, ഇതായി സാറൊക്കെ പറയുന്നത്. ഈ വണ്ടിയുടെ എല്ലാം പിന്നിൽ എഴുതിയിട്ടുണ്ട്, സ്പീഡ് ലിമിറ്റ് ഇൻ ടൗൺ 35 കിലോമീറ്റേഴ്സ്. 35 കിലോമീറ്റർ കൂടുതൽ വാഹനം ഓടരുത്. ഇത് എഴുതി വെച്ചിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? വണ്ടിയുടെ ബാക്കിൽ. എൻ്റെ അർത്ഥം പുറകെ വരുന്നവൻ പാലിച്ചോണം, ഞാൻ എൻ്റെ വഴിക്ക് പോകുന്ന. മനസ്സിലായോ? ആ, അപ്പോൾ ഒരു കുട്ടി മതി, 2 കുട്ടി മതി, അതൊക്കെ ദൈവം തരുന്ന അനുഗ്രഹം. അതുകൊണ്ട് അതതിൻ്റെ വഴിക്ക് പോട്ടെ. ആ ഭരണാധികാരി അങ്ങനെ ഉത്തരവിട്ടുകൊണ്ട് വലിയൊരു അഴിഞ്ഞാട്ടം ഇന്ത്യ മഹാരാജ്യത്ത് നടന്നു. അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ നിന്ന് പഠനം കഴിഞ്ഞു പോകുന്ന മുസ്ലിങ്ങളായ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും വണ്ടിയിൽ നിന്ന് വലിച്ചിറക്കി നിർബന്ധിത വന്ധ്യംകരണ ശസ്ത്രക്രിയ നടത്തി. ഇന്ത്യ ഭരിക്കുന്ന ആ ഭരണാധികാരിയുടെ മകൻ അഴിഞ്ഞാട്ടത്തിൻ്റെ കൂത്തരങ്ങിലേക്ക് ജനത്തെ കൊണ്ടുപോയി ആഭ്യന്തരമന്ത്രിയും അപ്രസക്തനാക്കി മാറ്റിക്കൊണ്ട് ഇത്തരം നരനായാട്ടുകൾ യാഥാർത്ഥ്യമാക്കി. ഇന്ന് തലമുറ അന്യം നിന്നു. ഇത് പൊളിറ്റിക്സ് ആന്തരിക്കല്ലേ? ജീവനുള്ള ദൈവത്തിൻ്റെ കരങ്ങളിൽ വീഴുന്നത് അയ്യോ ഭയങ്കരം. തലമുറ അന്യം നിന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരുത്തനുണ്ട്, അവൻ്റെ കാര്യം പറയാതിരിക്കുക ഭേദം. ചുരുക്കത്തിൽ എന്തുപറ്റി? ഒരിക്കൽ ഈ മഹാരാജ്യം മുഴുവൻ വിരൽത്തുമ്പിൽ ആജ്ഞാപിച്ചു കൊണ്ടു നടക്കാൻ കെൽപ്പുള്ള ഒരു കുടുംബം അതപ്പതിച്ചു. കാരണം
ഈ പുസ്തകത്തിലെ ദൈവത്തിൻ്റെ പരമാധികാരത്തോട് ആരും കളിച്ചുകൂടാ. ഈ പുസ്തകം ചുമക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യം. എന്നാണ് സകല മുഴങ്കാലും എൻ്റെ മുമ്പാകമടങ്ങും എന്നരുളി ചെയ്തവൻ്റെ ആ ശബ്ദത്തിൻ്റെ ആധികാരികതയ്ക്ക് മുമ്പിൽ രാഷ്ട്രം വിറങ്ങലിക്കും, പ്രപഞ്ചം മുഴുവൻ വിറങ്ങലിക്കുന്ന ഒരൊറ്റ നാമം, യേശുക്രിസ്തുവിൻ്റെ നാമം. അതുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഫറവോയും ഇട്ടു ഇത്തരമൊരു ഉത്തരവ്. പക്ഷെ ഉത്തരവുകളെ ലംഘിച്ച് ധൈര്യമുള്ള അമ്മച്ചിമാർ അന്നും ആൺകുട്ടികളെ പ്രസവിച്ചു. അതിലൊരമ്മയാ മോശയുടെ അമ്മ. അവർക്ക് ഇത്തരമൊരു കുഞ്ഞിനെ ഒളിപ്പിക്കാനൊക്കെ തോന്നിയത്, ഇതിനു മുമ്പൊരു മകനെ പ്രസവിച്ചു, ഈ നിയമം ഉള്ളപ്പോൾ തന്നെ അഹരോനെ, അവൻ വളർന്നല്ലോ, ഇവനും അങ്ങനെയും വളർന്നോളൂ. അന്ന് നിയമം അത്ര കർശനമല്ല. നിയമം മോശയെ ലക്ഷ്യമിട്ടപ്പോൾ 3 മാസം ഒളിപ്പിച്ചു. പക്ഷെ ഇനി വയ്യ. 3 മാസം ഒളിപ്പിച്ച മോശയെ ഇനി അവൻ്റെ ശബ്ദം പുറത്തു വരും. ഇനി അവനെ ആളുകൾ കാണും, സ്ഥിതിഗതികൾ മാറും. അന്തരീക്ഷം വല്ലാതായപ്പോൾ ഒരു തീരുമാനമുറച്ചു. ഇവനെ ഉപേക്ഷിക്കുക. കൊല്ലാൻ വയ്യ, നശിപ്പിക്കാൻ വയ്യ, ഉപേക്ഷിക്കുക. അങ്ങനെയിരിക്കെ അപ്പൻ ഈജിപ്തിലെ നൈൽ നദിയുടെ തീരത്തു വിടരുന്ന ഒരുപറ്റം ചെടികൾ, മലയാളം ബൈബിളിൽ ഞാങ്ങണ, ഇംഗ്ലീഷിൽ പാപ്പിറസ് കാണ്ഡങ്ങൾ ശേഖരിച്ച് ചതുരാകൃതിയുള്ള ഒരു പേടകം മെനയുന്നു, ഒരു പെട്ടി പോലെ. ഇത് കണ്ടവൻ്റെ പെങ്ങൾ അടുത്തു വന്ന് അപ്പനോട് ചോദിക്കുന്നു, അപ്പാ എന്തായി ഉണ്ടാക്കുക? ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി അപ്പൻ പറഞ്ഞു കൊടുത്തു, കുഞ്ഞേ, ഇത് കുഞ്ഞുവാവയ്ക്ക് ഒരു തൊട്ടില. അവൾക്ക് ആനന്ദമായി, സന്തോഷമായി. അവിടെ ആ മാനസികാവസ്ഥ മനസ്സിലാകുമോ? ഇന്നലെയൊക്കെ ഈ കുഞ്ഞ് കരയുമ്പോൾ അവൾ ഓടിച്ചെല്ലും, അമ്മയ്ക്ക് പോലും അറിയാത്തൊരു വിധത്തിൽ അതിനെ ഇങ്ങനെ ആശ്വസിപ്പിക്കും, ചുംബനം കൊടുക്കും. അപ്പോഴൊക്കെ അപ്പൻ പറയും, ഇവനിവിടുള്ള വിവരം ആരോടും പറയരുത്. അവനായി തൊട്ടിലെന്ന് കേട്ടപ്പോൾ അവൾക്ക് ആനന്ദം. ഞാൻ ഈ മിറിയാമിൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നത്, എൻ്റെ ഒരു മോളും ഇളയ മോനും തമ്മിലുള്ളൊരു ബന്ധം കാണുമ്പോഴാണ്. മൂത്ത മോളും, 3 പേരാണ് എനിക്ക്, മൂത്തത് 2 പെൺകുട്ടികൾ. ഇളയാൾ കൊച്ചുകുട്ടിയായിരിക്കും, മഹാകുസൃതിയാ, ഒരാണല്ലോ ഉള്ളൂ. അതുകൊണ്ട് അവൻ്റെ പരുവായി. ഞാനീ തല്ലാൻ പിടിക്കുമ്പോൾ അവനിട്ട് തല്ല് കിട്ടാതിരിക്കാൻ ഈ വലിയ കൊച്ചു കാണിക്കുന്ന ചില പരിപാടിയുണ്ട്. എങ്ങനെങ്കിലും ഇവനെന്ന് മാറ്റും. അതിന് അവൾ ആദ്യം ചെയ്യുന്നത്, നീ അങ്ങനെ കാണിച്ചോടാന്ന് വെച്ചാൽ അവനോടൊരു തല്ലുന്നപോലെ കാണിച്ച് അവനെ എടുത്തോണ്ടങ്ങ് പോകും. നമ്മുടെ അടുത്തുനിന്ന് മറയ്ക്കുന്ന. അപ്പോൾ അതാണ് ഈ മിറിയാം മോശയോട് കാട്ടിയത്. എടുത്തോണ്ടങ്ങ് പോവാ. അപ്പോഴൊക്കെ ഈ മോശയെ ഞാൻ ഓർക്കും, മിറിയാമിനെ ഓർക്കും. മിറിയാം അപ്പനോട് ചോദിച്ചു, ഇത് എന്തിനാ? കുഞ്ഞാവയ്ക്ക. പക്ഷെ കുഞ്ഞാവയ്ക്ക എന്ന് പറഞ്ഞ പേടകത്തിൽ മാർദ്ദവ വസ്തുക്കളൊക്കെ നിറച്ചു, പഞ്ഞി നിറച്ചു, തുണി നിറച്ചു. അതിനകത്തേക്ക് കുഞ്ഞിനെ കിടത്തി. അപ്പൻ തോളിലെന്തി ഒരു ശവസംസ്കാരം നടത്താൻ പോകുന്ന ബോധത്തിൽ തോളിലെന്തി നടക്കുമ്പോൾ അമ്മ അവസാനമൊന്ന് ചുംബിച്ചു. പോകും വഴിക്ക് മിറിയാം ഈ ശിശുവിനെന്ത് ഭവിക്കുമെന്നറിയാൻ പതുക്കെ പതുക്കെ നടന്ന് അനുഗമിക്കുമ്പോ ഇതാ മോശ എന്ന ദൈവപുരുഷൻ 3 മാസം പ്രായമുള്ളവനെ ആർത്തലക്കുന്ന നൈൽ നദിയുടെ മാറിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ബാക്കി കാണാൻ ത്രാണിയില്ലാതെ അപ്പൻ തിരികെ വരുന്നു. വീട്ടിൽ വന്ന അപ്പനവിടെ നിൽക്കട്ടെ. മിറിയാം എത്തിക്കുത്തി നോക്കുക, എന്തു ഭവിക്കും, എന്തു ഭവിക്കും. നിങ്ങളൊരു കാഴ്ച കണ്ടോ? ആരാണ് മോശ? പഴയ നിയമത്തിന്റെ മധ്യസ്ഥൻ, അഗ്നിമയമായ പ്രമാണം തമ്പുരാന്റെ വക്കൽ നിന്ന് കരമറ്റു വാങ്ങിയവൻ, പിൽക്കാല ചരിത്രമേറെ ആദരിച്ച, ദൈവഭവനത്തിലൊക്കെ വിശ്വസ്തനായ മോശ എന്ന ദൈവപുരുഷൻ. എന്താണ് നൈൽ?
ഈജിപ്ഷ്യരുടെ പ്രധാന ദേവൻ, ആ ദേശത്തിൻ്റെ അധിപതി. വിശ്വസിക്കുന്നവർക്ക് ആത്മമണ്ഡലത്തിൽ ഒരു പോരാട്ടം കാണാം. രണ്ട് ശക്തികൾ തമ്മിലുള്ള ഒരു സംഘട്ടനം കാണാം. ദഹിപ്പിക്കുന്ന സൂര്യൻ മുകളിൽ, ആർത്തലയ്ക്കുന്ന നൈൽ നദി താഴെ. പ്രാർത്ഥിച്ചു കിട്ടിയ 430 വർഷത്തെ ഉത്തരവാകുന്ന മോശ ഇതുവഴി ഒഴുകിപ്പോകുമ്പോൾ നൈൽ നദി പറയുന്നുണ്ട്, നിന്നെ ഞാൻ മുക്കും, നിന്നെ ഞാൻ തകർക്കും. ഈ പെട്ടകത്തിൻ്റെ നേരിയ വിടവിലൂടെ ഇരമ്പിക്കയറി ഞാൻ നിന്നെ ഈ വെള്ളത്തിൻ്റെ ആഴങ്ങളിലേക്ക് ആഴ്ത്തും. മുതലകൾ ചീറിപ്പഞ്ഞു വരും. വെള്ളക്കെട്ടുകൾക്കുള്ളിൽ ചുഴികൾക്കകത്ത് പെട്ട് നീ തകരും. പക്ഷെ ഒന്നും അറിയാതെ ദൈവപുരുഷൻ, ആ ശിശു ഒഴുകിപ്പോക. ഒഴുകി ഒഴുകി താഴെ ചെല്ലുമ്പോൾ ദാ ഫറവോന്റെ മകൾ, അവൾ കയ്യിൽക്കുന്നു, എടുക്കുന്നു. ആരാണിവൾ? ഇവൻ ജനിക്കാതിരിക്കാൻ അണിയറയിൽ ഗൂഢാലോചന നടത്തി രേഖയാക്കി മാറ്റി. അഞ്ചലോട്ടക്കാരെ കുതിരപ്പുറത്തകച്ച് വിളംബരം മുഴക്കിയവന്റെ മകൾ രക്ഷകയായി ഭവിക്കുമ്പോൾ ഒന്നറിയുക, തോറ്റു തുന്നം പാടിയ മണ്ഡലത്തിൽ, മരണം വിധിച്ച മണ്ഡലത്തിൽ തന്റെ മക്കൾക്ക് ജീവനെ പ്രദാനം ചെയ്യുന്ന അജയ്യമായ ശക്തിയാണ് സുവിശേഷം. ആർക്കും പ്രദാനം ചെയ്യാൻ കഴിയാത്ത ഈ ജീവന്റെ പ്രമാണമാ ഇന്ന് രാത്രി എന്നെയും നിന്നെയും ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ വൈതലേ, ഒന്നറിയുക, ഈ വചനത്തിന് മാത്രമേ രക്ഷിക്കാൻ കഴിയൂ. ഏത് പരാജയ ബോധത്തിലും നമ്മെ നടത്താൻ കഴിയുന്ന ദൈവജനത്തിന്റെ ശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അവളെടുത്തു. മറിയാമിൻ്റെ കയ്യിൽ കുഞ്ഞിനെ കിട്ടി. അവൾ കുഞ്ഞുമായി വീട്ടിലേക്ക് പോവാ. അപ്പോൾ വീട്ടിലെ സ്ഥിതിയൊക്കെ മാറി. അപ്പൻ കുഞ്ഞിനെ വെള്ളത്തിലൊഴുക്കിട്ട് വരിക. ഈ പുരുഷന് ഒന്ന് കരയുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. സ്ത്രീ കരയുന്ന പോലെ ചുമ്മാ നിന്ന് പുരുഷന് കരയാനൊക്കുമോ? എവിടെ പോയിരുന്ന ഒന്ന് കരയുന്നേ? പബ്ലിക്കായിട്ടൊരു പുരുഷൻ കരയാൻ പറ്റില്ല, ഒത്തിരി പരിമിതിയുണ്ട്. നമ്മൾ കരഞ്ഞാൽ മക്കൾ കൂടെ കരയും, അന്തരീക്ഷമൊക്കെ മാറും. അതുകൊണ്ട് പുരുഷൻ കരയുന്ന രഹസ്യമായിട്ടാണ്. ചില ഘട്ടത്തിൽ ആ പിടിവിട്ടു പോകും. അങ്ങനെ ഇരിക്കെ ചോരക്കുഞ്ഞിനെ ഒഴുക്കി വിട്ട കുറ്റബോധം മനസ്സിൽ നീറുന്ന അപ്പൻ നെഞ്ചു പൊട്ടിക്കരയുമ്പോൾ ഭാര്യ അടുത്ത് വന്നോ, കരയാതെ, അങ്ങ് കൂടി കരഞ്ഞാൽ ഞാനൊരു ഭ്രാന്തിയാകും. ഉള്ളത്തിൽ സങ്കടമൊളിപ്പിച്ച് ഞെരുങ്ങി ഞെരുങ്ങി കരയുമ്പോൾ ആ വീട്ടിലുമുണ്ട് പരസ്പരം ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവകൃപയുടെ വ്യാപാരം. ഏത് വേദനയ്ക്കകത്തും എനിക്ക് വേണ്ടി ഒരു സഹായഹസ്തത്തെ ഒരുക്കാൻ കഴിയുന്ന ദൈവം, ആ സഹായമാ ഈ കൂട്ടായ്മയിലേക്ക് നമ്മെ കൂട്ടിവരുത്തിയത്. സ്തോത്രം. പക്ഷെ അപ്പുറത്ത് ഇവിടെ കരഞ്ഞപ്പോഴേ കാതങ്ങൾക്കപ്പുറത്ത് ദൈവം വിടുതലയച്ചിരുന്നു. ഇന്നിവിടെ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ വിസ്ഫോടനം സംഭവിക്കുന്നത് ഈ ആലയത്തിൻ്റെ പുറത്താ. കണ്ണീരൊഴുക്കാൻ, അഭയാചന കഴിക്കാൻ, മുഴങ്കാൽ മടക്കാൻ ഒരുവറ്റം ദൈവജനം തയ്യാറെടുക്കുമ്പോൾ എവിടെയും വിസ്ഫോടനം സൃഷ്ടിക്കുന്ന അതിശക്തമായ ഒരു ദൈവിക ഇടപെടൽ പ്രാർത്ഥനയ്ക്കുണ്ട്. പ്രാർത്ഥിച്ചു. മറിയാം കുഞ്ഞിനെയും കൊണ്ട് നൈൽ നദിയുടെ തീരത്ത് കൂടി വരിക. നൃത്തം ചെയ്യുമ്പോൾ ആഹ്ലാദിച്ച് തുള്ളിച്ചാടി വരിക. അന്നാദ്യമായി മോശ ചിരിച്ചു. അവൻ കരഞ്ഞു. അവൻ്റെ ശബ്ദം പുറത്തു വന്നു. അവൻ വീട്ടിലേക്കെത്തി. അപ്പനെയും അമ്മയും അത്ഭുതപ്പെടുത്തി. ഒന്നറിഞ്ഞു, പ്രാർത്ഥിച്ച് പ്രാപിച്ചതൊന്നും കളയരുത്. തമ്പുരാൻ തന്നതൊക്കെ വിലപിടിപ്പുള്ളതാ. ഇവിടെ തന്നെ അവൻ മടങ്ങി വരണമെന്ന് ദൈവം പദ്ധതി ഇട്ടാൽ ഏത് നഷ്ടബോധങ്ങളെയും തിരികെ തരുന്ന ഒരു മഹാദൈവത്തിന്റെ ശക്തിയാ നമുക്ക് വേണ്ടി ജാഗരിക്കുന്നത്. അവൻ തിരികെ വന്നു. പ്രാർത്ഥിച്ചു. എന്തിനെ? അമ്മയുടെ അടുത്ത് തന്നെ വന്നേ. അമ്മ അത് ഗ്രഹിക്കേണ്ട ഒരു വിഷയമാണ്. അമ്മയുടെ കയ്യിലാണ് കുഞ്ഞു വളരേണ്ടത്. കാരണം ഒരു സ്ത്രീ ഏറെ ദുഃഖിച്ചത്, വേദനിച്ചത് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തപ്പോഴാണ്. പക്ഷെ അവൾ ഏറെ സന്തോഷിച്ചത് ആ കുഞ്ഞിനെ കണ്ടപ്പോഴാണ്.
അവളുടെ സകല ദുഃഖവും വേദനയും മാറി ആ കുഞ്ഞിനെ കണ്ടപ്പോൾ. കാരണം സ്ത്രീ പ്രസവിച്ചപ്പോൾ ജനിച്ചത് ഒരു കുഞ്ഞ് മാത്രമല്ല. പിന്നെ ആരാന്നറിയണ്ടേ? ഒരു കുഞ്ഞിന് നിങ്ങൾ ജന്മം കൊടുത്തപ്പോൾ കുഞ്ഞ് മാത്രമല്ല ജനിച്ചത്, ഒരമ്മയും ജനിച്ചു വന്നു. അന്ന് അമ്മ ജനിച്ചെന്ന്, കുഞ്ഞ് ജനിച്ചതിൻ്റെ അന്ന് തന്നെ അമ്മയും ജനിച്ചേ. 2 ജനനോ. അന്ന് തന്നെ ആ അച്ഛനും ജനിച്ച്. മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ സംഭവിച്ചത്, കുഞ്ഞ് ജനിച്ചു, ഒപ്പം അവൾ അമ്മയായി, അമ്മയും ജനിച്ചു. അന്ന് ഞാൻ അപ്പനായി, ഞാനും ജനിച്ചു. അന്ന് എനിക്കൊരു സഹോദരനുണ്ടായിരുന്നു, അവൻ മാതുലനായി, സഹോദരനായി. എൻ്റെ അപ്പൻ വല്യപ്പനായി, എൻ്റെ അമ്മ വലിയമ്മച്ചയായി. ചുരുക്കി പറഞ്ഞാൽ ഒരു ജനനത്തിൽ പല ജനനം നടന്നു. അതെല്ലാം ഈ സ്ത്രീ ഒറ്റയ്ക്ക് അനുഭവിച്ച വേദന. ഇതെല്ലാം അവൾ മറക്കുന്നത് ഈ കുഞ്ഞിനെ ഇങ്ങനെ താരാട്ട് പാടി കേൾപ്പിക്കും. ഒരു കുഞ്ഞിന് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം ആ താരാട്ടാണ്. ആ താരാട്ടൊക്കെ നല്ല പാട്ടാണ്. ഇപ്പം പിന്നെ വല്ല മ്യൂസിക് ഇട്ട് കേൾപ്പിക്കുക. പണ്ടത്തെ അമ്മ അങ്ങനല്ല. ഓമനത്തിങ്കൾ കിടാവോ ഒക്കെ പാടിയാണ് പണ്ട് നമ്മളെ ഉറക്കുക. അങ്ങനെയൊക്കെ പാടി അതൊക്കെ കേട്ട് നമ്മൾ വളർന്ന ഇന്ന് കാലമാകെ മാറി. പക്ഷെ അതിനകത്ത് ഈ വീരകഥകളൊക്കെ കുഞ്ഞ് കേൾക്കും. പ്രായമായ കുഞ്ഞിന് ഭക്ഷണം വാരിക്കൊടുക്കുമ്പോൾ കഴിക്കില്ലെന്ന് ശാഠ്യപ്പെടുത്തുമ്പോൾ അമ്മ വീരകഥകൾ പറഞ്ഞു കൊടുക്കും. നമ്മൾ കുഞ്ഞ് ഭക്ഷണം കഴിക്കില്ലെങ്കിൽ എന്താ പറയുന്നറിയോ? മൊത്തം കഴിച്ചോ അല്ലേ ചേച്ചിക്ക് കൊടുക്കും. അന്നേരം കുഞ്ഞ് കാണാം ആക്രമണം ആരംഭിക്കുക. ഇങ്ങനെ നമ്മൾ ഈ പഠിപ്പിച്ച് വെക്കുന്നത്. നീ കഴിച്ചില്ല ആർക്ക് കൊടുക്കും? മൊത്തം കഴിച്ചോ അല്ലേ ചേച്ചിക്ക് കൊടുക്കുമെന്ന്. അന്നേരം ആ കുഞ്ഞിന് മനസ്സിലാക്കുന്നത് നീ വേണ്ടെങ്കിൽ ഇത് കഴിച്ചിട്ടേ ഉള്ളെന്ന്. ഇങ്ങനെ നമ്മൾ ഈ പിള്ളേരെ വല്ലാതാക്കുന്നു. എന്നാൽ എന്താ മോശയോട് പറഞ്ഞു കൊടുക്കുന്ന കഥയെന്നറിയണ്ടേ? ആ കഥ മുഴുവൻ 430 വർഷം നാം എങ്ങനെ ഇവിടെ കഴിഞ്ഞു. നമുക്കൊരു ശത്രുവുണ്ട് നമ്മെ തകർക്കുന്നത്. നിന്നെപ്പോലെ നിരവധി കുഞ്ഞുങ്ങൾ പിറവി കൊള്ളാതിരിക്കാൻ നിയമം തയ്യാറാക്കിയ ഒരു വില്ലനുണ്ട് ഈ കഥയിൽ. ഈ കഥകൾ കേട്ട് 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 മോശ വളർന്നതുകൊണ്ട് ആ കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളൊന്നും അവൻ്റെ ജീവിതത്തെ കടപുഴകി എഴുതുവാൻ ഇടവരാത്ത വിധത്തിൽ അവൻ ഈ പുസ്തകത്തിലെ ദൈവത്തോടൊരു വിധേയത്വമുണ്ടായി. ആ പാഠശാല വീടാ ഒക്കെ പോട്ടെ. അവിടുന്ന് കാലമൊത്തിരി പോയി. നമ്മുടെ മോശ കൊട്ടാരത്തിൽ വളർന്നു. അവിടെ അത്യാവശ്യം അടിയും തല്ലും കൊലയൊക്കെ നടത്തി. അവിടുന്ന് നേരെ അമ്മാവിയപ്പൻ്റെ വീട്ടിൽ. അടുത്ത 40 കൊല്ലം 40 കൊല്ലം കൊട്ടാരത്തിൽ, 40 കൊല്ലം അമ്മാവിയപ്പൻ്റെ വീട്ടിൽ. വയസ്സ് 80. ഈ സമയത്താണ് ദൈവവേലയ്ക്ക് വിളി കിട്ടിയത്. നമ്മളാണെങ്കിൽ വല്ല വയസ്സുകളിൽ എടുക്കുമോ ഈ അപ്പച്ചനെ? എന്തെങ്കിലും പ്രോഗ്രാം വന്നാൽ പുള്ളിയോട് പറയാം, അപ്പച്ചൻ പ്രാർത്ഥനയുടെ ചുമതല വഹിച്ചാൽ മതി, ഇവിടെ ഇരുന്നോളാൻ. പ്രേയറിൻ്റെ കൺവീനറെ. 80-ാം വയസ്സിൽ മോശെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കൂടെ വരണം, എൻ്റെ വേലയ്ക്ക് നിന്നെ എനിക്ക് വേണം, എൻ്റെ കൂടെ വാ, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. അപ്പോൾ നമ്മൾ പകല് പഠിച്ചൊരു വാക്യം മറന്നല്ലോ, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഹൈ അഷറ ഹൈ പൗല് പഠിച്ച ഞാൻ നിന്നെ സ്നേഹിക്കുന്ന യഹോവ. ഇതൊക്കെ എന്തിനാ ചോദിച്ചെന്നറിയണ്ടേ? ഈജിപ്തിൽ ഇത്രയും ദേവന്മാരുണ്ട്, ഇതിലാരാ നിന്നെ വിളിച്ചതെന്നറിയാനാ ഫറവോ ചോദ്യം ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ സാധിക്കണം. ഇതിലേതിലെങ്കിലും ലിസ്റ്റിൽപ്പെടുന്ന ആളാണോ നീ? അല്ല, ഞാനാകുന്നവൻ ഞാനാകുന്നു, വ്യത്യസ്തനാണ് ഞാൻ. മോശ അപ്പോഴേ പറഞ്ഞു, എനിക്ക് ഈ പണി പറ്റില്ല. പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു കാരണം കൂടി പറഞ്ഞു, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനും ആണ്. കാര്യം പുള്ളി അത്രയും സമ്മതിച്ചല്ലോ, നമ്മളത് സമ്മതിക്കില്ല. നമുക്കിനി വിക്കൊണ്ടെ തന്നെ പറയാം, അച്ഛാ അത് വിക്കല്ല. വിശ്വാസി വരുന്നതിന് മുമ്പേ ഞാൻ പള്ളിയിലെ കൊയറിൽ പാടുന്ന ആളായിരുന്നു. അങ്ങനെ പാടിപ്പാടി ഡിലേ ഇട്ട് പാടിപ്പാടി എക്കോ ഇല്ലെങ്കിൽ ഇപ്പോൾ എക്കോ പോലെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുക, അതെങ്ങനെ ഈ ആദ്യം തന്നെ എക്കോ? ഞങ്ങളുടെ ചർച്ചിൽ അങ്ങനെ ആയിരുന്നു. നമ്മൾ ഈ ശരിയാകാത്തതിൻ്റെ ഒരു കാരണം മനസ്സിലായോ? ഒരു കാരണം കൂടി ഒന്ന് പറയാം. ചില ആളുകൾ എത്ര വിട്ടു പോന്നാലും വിട്ടു പോകുന്നതായിട്ട് അവർക്ക് തോന്നത്തില്ല.
ഇല്ല, മനസ്സിലായോ? ഇല്ല. അതിന് യോഹന്നാൻ്റെ സുവിശേഷം ശരിക്ക് വായിച്ചാൽ മതി. യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ ഇടയ്ക്കിടയ്ക്ക് പറയുക, അവിടെ യഹൂദന്മാരുടെ ഒരു പെരുന്നാൾ അന്നുണ്ടായിരുന്നു. ഈ പറയുന്ന പുള്ളി ആരാ? പഴയ പള്ളിയിലെ പെരുന്നാളിൻ്റെ കാര്യമാണ് പറയുന്നത്. എങ്ങനെ പറഞ്ഞ്? അവിടെ യഹൂദന്മാരുടെ ഒരു പെരുന്നാളുണ്ടായിരുന്നു. പുള്ളിയുടെ ചേട്ടനും അപ്പനും അനുജനും ഒക്കെ ചെയ്യുന്ന പരിപാടിയാണ്. അത് കണ്ടിട്ട് പറയുക, അവിടെ യഹൂദന്മാരുടെ ഒരു പെരുന്നാളുണ്ടായിരുന്നു. ആ ബഹളം കേട്ടപ്പോഴൊന്നും യോഹന്നാന് പ്രത്യേകിച്ചൊരു സന്തോഷവും വന്നില്ല. പിടിയോ? ഇല്ല. അവിടെ യഹൂദന്മാരുടെ ഒരു സിനഗോഗ് ഉണ്ടായിരുന്നു. കൊണ്ട് വെട്ടിറങ്ങിയപ്പോൾ വന്ന മാറ്റം കണ്ടോ? നമുക്ക് ആ മാറ്റം വരാൻ വലിയ പാടാണ്. ക്ഷമിക്കണം, ചിലരെത്ര സമുദായം വിട്ടാലും ഏത് മതം വിട്ടാലും പിന്നെ ആ ഹാങ് ഓവർ അവരെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും പിന്നാലെ. മോശ അതിലേക്ക് തന്നെ വരാ. അങ്ങനെ പറയാ, ഞാൻ വിക്കൻ, തടിച്ച നാവുള്ളവൻ. കേട്ടേ? ചെങ്കടലും കീറിമുറിക്കാൻ കെൽപ്പുള്ളവൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തവൻ. അവൻ പറയും, എനിക്ക് വിക്ക് പിൽക്കാലത്താ ചെയ്തതെങ്കിലും അത്രയും പ്രവൃത്തി ചെയ്തവൻ്റെ വിക്ക് ദൈവം മാറ്റിയില്ല. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയോ, എല്ലാം ഒന്നും മാറാൻ പോകുന്നില്ലെന്ന്. വിഷമായോ? ചിലത് മാറുകയില്ല. അത് യാഥാർത്ഥ്യം ഉൾക്കൊണ്ടേ പറ്റൂ. അതവിടെ ഇരിക്കും. വിഷമായി, അത് മാറുകയില്ല. നമ്മളാണെ അവനെ ഇങ്ങോട്ട് പിടിച്ചു നിർത്തി, വിക്കാണോ ഇങ്ങോട്ട് മാറി നിന്നിട്ട് എത്ര നാളായി തുടങ്ങിയിട്ട്? അത് എളുപ്പം പോലുണ്ട്. ഇപ്പം ആ കെട്ട് കറുത്ത അഴിക്കാൻ പോയി മാറി നിന്നട്ടെ. റൈറ്റ് നൗ, ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. ഇപ്പോൾ കുറെ വെള്ളം വെച്ച് അവനെ പിടിച്ച് നാളികേരം വിളഞ്ഞാണോ നോക്കുന്നല്ലോ, തലയെ പിടിച്ച് 2 പുല്ലുക്ക് അവൻ പറഞ്ഞ് താഴോട്ട് വീഴുക. ഈ വീഴുന്ന തക്കം നോക്കി ഈ തൊഴിലൊന്നാകെ കൊണ്ട് അവരൊന്നിച്ച് വാർത്തതുകൊണ്ട് കുറേ എണ്ണം ഇങ്ങനെ പിടിക്കാൻ വന്ന് നിൽക്കുക പുറകിൽ. അമ്പുരാൻ ഇങ്ങനെ ചെയ്തപ്പോഴൊക്കെ ആരെങ്കിലും പുറകെ വന്ന് നിന്നോ? കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി, ഞാൻ മരിച്ചവനെ പോലെ വീണ് കൃപയാലൊരു 10-15 പേര് താങ്ങിയതുകൊണ്ട് ഞാൻ ഇന്നും വെളിപ്പാട് കണ്ട് നിൽക്കുന്നു എന്നാണ് യോഹന്നാൻ എഴുതിയേ. അമ്പുരാൻ ആ വീഴിച്ചെങ്കിൽ ഇങ്ങനെ തച്ചുപണിക്കാർ വേണ്ട. ദൈവം വീഴിക്കലെന്നും എനിക്ക് അഭിപ്രായമില്ല. ആത്മവിശ്വാസത്തിലൊക്കെ വീഴാം, പക്ഷെ തച്ചുപണിക്കാർ വേണ്ട അവിടെ. ദൈവം വീഴിക്കുന്നെങ്കിൽ മോശയെ പിടിച്ച് ഉരുട്ടി മറിക്കാനൊന്നും കർത്താവ് പോയില്ല. കർത്താവ് ഇനി മോശം മസിൽ പിടിച്ചിട്ട് പറയാം, വരിയല്ലെന്ന് പറഞ്ഞാൽ നിന്നെ കൊണ്ടുപോകാൻ നല്ല ഉറപ്പുള്ളവനായി വിളിച്ചേക്കുന്നത്. നമ്മൾ എത്ര പേര് മസിൽ പിടിച്ച് വിജയിച്ചോ ഇന്ന് വരെ? ഇവിടെ ഇരിക്കുന്ന ഒറ്റയാളും ഒരു തവണയെങ്കിലും മസിൽ പിടിക്കാത്ത ഒരാളുമില്ല. അടിച്ചൊതുക്കി പരുവപ്പെടുത്തി കർത്താവിനുണ്ടെന്ന് നമ്മളെ. അതിന് കാരണമുണ്ട്. നല്ല അടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സംസാരിക്കാൻ നേരം കിട്ടുമോ? പറയാം. ഈ ലാത്തി ചാർജൊക്കെ നടക്കുന്നതിനെ കണ്ടിട്ടില്ലേ? ഇവിടെ പിള്ളേരൊക്കെ പോയി തല്ലു കൊണ്ടുവന്നുണ്ടോ? പോലീസിന് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടിയാ. ഒറ്റ ഓർഡർ അടിക്കാതിരിക്കാൻ രക്ഷയില്ല. കാരണം അതുപോലെ അതിൻ്റെ ട്രെയിനിങ് അങ്ങനെ ഇവന്മാർ പോവില്ല. വിസിൽ മുഴങ്ങുന്നോ അടി. അടി കിട്ടി വരുന്നതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ധീരം തിരിഞ്ഞു നിൽക്കുമോ? സാറിൻ്റെ റാങ്ക് ഏതാ? എവിടാ താമസിക്കുന്നത്? അതിന് നേരം കിട്ടുകയല്ല. ഏത് വർഷമാണ് സർവീസിൽ കയറിയത്? നല്ല അടിച്ച് കിട്ടുകയല്ല. അതിന് തെളിവ് നമ്മുടെ പൗലുസിനെ കർത്താവ് തൻ്റെ വേലയ്ക്ക്, നീ എൻ്റെ വേലയ്ക്ക് ഇറങ്ങണമെന്നൊക്കെ എത്ര നാൾ കഴിഞ്ഞാൽ പറഞ്ഞേ. അതിനു മുമ്പേ പൗലൂസ് പറയാം, ഞാൻ വരിക റെഡി ആയിട്ട് ഇങ്ങനെ വന്നു. കാരണം അടിയുടെ സുഖം അത്രയാ. മര്യാദയ്ക്ക് ഇറങ്ങിയില്ല, അടി ഉറപ്പാണ്. അടിച്ചത് ദൈവമാണെങ്കിൽ പരിഭവിക്കാനും ഇല്ല. അവനടിച്ചെങ്കിൽ പിന്നെ അവന് തന്നെ മുറിവ് കിട്ടും, ഭയപ്പെടാനില്ല. അമ്പുരാൻ പറഞ്ഞു, വന്നാട്ടെ. ഞങ്ങളുടെ ബൈബിൾ കോളേജിൽ ഒരിക്കലും സൗകര്യം പഠിക്കാൻ വന്നു. ഞാനവനോട് ഇങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചു, കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ ഈ ദൈവവേലയ്ക്ക് ഇറങ്ങാൻ കാരണം എന്താ? അങ്ങനെ പറയും, ഒരു രാത്രി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, ജോയി നീ എൻ്റെ വേലയ്ക്ക് ഇറങ്ങണമെന്ന്. എന്നോട് എൻ്റെ പൊന്നു ദിവാസനെ ആ കരച്ചിലും ഏങ്ങലടിയും കേട്ടപ്പോൾ എനിക്കങ്ങ് വല്ലാതായിപ്പോയി. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദരാ, പൗലൂസിനെ വേലയ്ക്ക് വിളിച്ചപ്പോൾ പോലും, ലോകം സുവിശേഷീകരിക്കുന്നവനെ വേലയ്ക്ക് വിളിച്ച പോലും കരഞ്ഞില്ലെന്ന് മാത്രമല്ല, നല്ലതല്ല. എന്നെ വിളിച്ചപ്പോൾ മാത്രം കരഞ്ഞു പോയിരുന്നു. അത് ഏതാത്മാവാ? ഓരോ പുളു പഠിക്കുന്നേ. അപ്പോൾ പോട്ടെ. അപ്പോൾ കർത്താവ് അവനോട് പറയുക, ഇറങ്ങൻ്റെ വിലയ്ക്ക്. നിൻ്റെ സഹോദരൻ നിനക്ക് മാസ്റ്ററായിരിക്കും. മലയാള പരിഭാഷ കിടക്കുക ദൈവം.
നീ അവന് ദൈവമായിരിക്കും. അതല്ല ശരി പ്രയോഗം. നീ അവൻ അഡോണായിരിക്കും, നീ അവന് മാസ്റ്ററായിരിക്കും. നീ പറയുന്ന പോലെ അവൻ കേൾക്കും. അപ്പോൾ അഹരോൻ കാണുന്നിടത്ത് വെച്ചെല്ലാം മോശെ ആരാധിക്കുമായിരുന്നു? അല്ല, ആ അർത്ഥമല്ല ഇതിന്. എന്നിട്ട് പറയും, നിൻ്റെ സഹോദരൻ നിൻ്റെ സ്പോക്സ്മാൻ ആയിരിക്കും, വക്താവ് അവനായിരിക്കും. പറയാനുള്ളതെല്ലാം അവനോട് പറഞ്ഞാൽ മതി, അവനത് നല്ലൊരു ഭാഷയിൽ പറയും. നമ്മളാണെങ്കിൽ പറഞ്ഞാലും ചേട്ടായിയെ കൂടെ കൂട്ടണ്ട, ഞാൻ എങ്ങനെയും ഇത് വിക്കി പറഞ്ഞോളാം. അതാകപ്പാടൊരു പ്രയാസമാകും, നടക്കില്ല. നീ ഇതുപോലായതിൻ്റെ പിന്നിൽ അവൻ്റെ കഷ്ടപ്പാട് ദൈവത്തിനറിയാം. അതുകൊണ്ട് അവനെയും കൂടെ കൂട്ടും. നീ തനിച്ചൊന്നുമല്ല. ഒക്കെ കഴിഞ്ഞു. മോശ പോവാ. മോശ നേരെ ഫറവോയുടെ വീട്ടിലെത്തി. കൊട്ടാരത്തിൽ കാര്യം തുറന്നു പറഞ്ഞപ്പോൾ ഫറവോ പറയും, നടക്കില്ലേ. അപ്പോൾ പണ്ട് ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആരാ നീ? നമ്മൾ രാവിലെ പഠിച്ചു, ഞാനാകുന്നവൻ. ഈ തിയറി അത്ര പോരാ. കാരണം ഇതുപോലൊരുത്തൻ ചോദിച്ചു ഒരു ദിവസം, നമ്മുടെ പൗലോസിൻ്റെ കയ്യിൽ ന്യായപ്രമാണമൊക്കെ ഇരിപ്പുണ്ട്. പക്ഷത്തിൽ ഇപ്പുറത്തിരിക്കുകയാണ് അധികാരപത്രം. കൊല്ലാൻ ഇവിടെ ഒരു പ്രമാണം, കൊല്ലരുതെന്ന് ഇവിടെ ഒരു പ്രമാണം. രണ്ടും പിടിച്ചോണ്ട് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഡമാസ്കസിൻ്റെ പടിവാതിക്കൽ വെച്ച് ഒരൊറ്റ അടി താഴെ വീണു. ആ കിടപ്പിൽ കിടന്നുകൊണ്ട് പൗലോസ് ഒരു ചോദ്യം, നീ ആരാകുന്നു കർത്താവേ? യേശു പറഞ്ഞു കൊടുത്ത അഡ്രസ്സ് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. നമ്മളാണ് എന്തെല്ലാം പറഞ്ഞു പിടിപ്പിച്ചനെ. ഈ പരസ്യമൊക്കെ നടത്തുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ശ്രദ്ധിച്ചാട്ടോ. എന്നെ കൊണ്ട് ഒരിക്കലൊരു സഹോദരൻ എടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഇന്നൊരാൾ പ്രസംഗിക്കുന്നുണ്ട്, നല്ല ഭാഷയാണ്, നല്ല രസം. അപ്പം എന്താണെന്ന് കേട്ടേക്കാന്ന് നിർത്തിയെന്നോ. അതൊക്കെ യേശു ആരാണെന്ന് പറയുക. ശ്രദ്ധിച്ച് കേട്ടോണം. മുറുക്കാൻ കടയിൽ ആളിരുന്ന് മുറുക്കാൻ വെട്ടുന്നു, ഒരുത്തൻ സോഡ കുടിക്കുന്നു, കുടിയനപ്പുറത്ത് നിൽക്കുന്നു. അവരോട് പ്രസംഗിക്കുന്ന യേശു ആരാന്ന് പറയാൻ പോവാണ്. ഒറ്റത്തവണ ഞാൻ പറയുള്ളൂ, ശ്രദ്ധിച്ച് കേട്ടോണം. യേശു ആര്? അക്കോർഡിംഗ് ടു ഹിം, വിണ്ടലം വിട്ട് മണ്ഡലത്തിലേക്ക് വന്ന വണ്ടർഫുൾ എന്ന അപരാഭിധാനമുള്ള ധന്യനായ ഏകാധിപതിയും. മനസ്സിലായോ? എല്ലാം പിടി കിട്ടിയോ? വിണ്ടലം വിട്ട് മണ്ഡലത്തിലേക്ക് വന്ന അണ്ടർഗോനായ വണ്ടർഫുൾ എന്ന അപരാഭിധാനമുള്ള. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ അടുത്തേണ്ടി ചോദിച്ചു, ഒരു പയ്യനാ. ഞാൻ ചോദിച്ചു, മനസ്സിലായില്ല എന്താ പറഞ്ഞത്? തീർന്നു കഴിഞ്ഞാൽ അച്ഛാ സംസ്കൃതമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സംസ്കൃതമാണ് ഈ വണ്ടർഫുൾ എന്നൊരു പ്രയോഗം. തന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടോ എന്ന് പറഞ്ഞു. വല്ലവർക്കും വല്ലതും പിടികിട്ടുമോ? ചിലത്തൊക്കെ ഈ പരസ്യം നടത്തിയ തല്ല് കിട്ടാൻ കാര്യം അവർക്ക് കാര്യം മനസ്സിലാകുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു പ്രശ്നമില്ലാത്തതിൻ്റെ കാര്യം എന്താ? അവർക്കൊന്നും മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് അവർ കെട്ടിച്ച് പോവാണ്. അപ്പോൾ ഈ പരസ്യത്തിനൊക്കെ നിന്നുകൊണ്ട് ആളുകൾ പറയുന്നില്ലേ ഒരു സൂക്ഷ്മത. യേശുവിനെക്കുറിച്ച് കൂടുതൽ പറയണം. ബാക്കി കഥകളൊക്കെ അവിടെ നിൽക്കട്ടെ, സുനാമി വന്നൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ കഥ പറഞ്ഞങ്ങ് പോകും. അപ്പോൾ ഇതിനകത്തൊരു കാര്യം എടുത്ത് പറയാനുണ്ട്. യേശു പരിചയപ്പെടുത്തി തന്നെ. എന്താ പരിചയപ്പെടുത്തിയേ? നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു. കണ്ടോ, നിസാര ഒരു പരിചയപ്പെടുത്തൽ. എത്ര സിംപ്ലിസിറ്റിയാണ് ആ വാക്കുകൾക്ക്. നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു. തീർന്നു. എന്താ അത്ര ലളിതമായിട്ട് പറഞ്ഞേ? ലളിതമായിട്ട് പറയാൻ കാരണമുണ്ട്. ഇവിടെ പ്രാക്ടിക്കൽ കിട്ടിയവന് തിയറി ഇത്രയും മതി. അടിക്ക് കണ്ണിൻ്റെ കോൺ തെറ്റിച്ചിട്ടിരിക്കുക. അപ്പോൾ പിന്നെ ആളാരാന്നൊന്ന് അറിഞ്ഞാൽ മതി. ഓക്കെ. നമ്മൾ ഈ കൂടുതൽ തിയറി പറയുന്നത് എന്തുകൊണ്ടാണ്? പ്രാക്ടിക്കൽ കുറഞ്ഞു പോയി, അതുകൊണ്ടാണ്. ഇപ്പോൾ മനസ്സിലായല്ലോ കാര്യം. അണ്ട് ഫറവോ നിന്നോട് ചോദിക്കും, ആരാണ് ഞാൻ? അപ്പോൾ പറയണം, ഞാനാകുന്നവൻ ഞാനാകുന്നു. തിയറി. പ്രാക്ടിക്കൽ ഞാൻ അവന് പാഴ്സലായിട്ട് കൊടുത്തേക്കാം. അനുസരിച്ചില്ലെങ്കിൽ അതാ ഈ 10 ബാധ. അതിലൊരെണ്ണം കിട്ടിയ പിന്നെ അവൻ ആയുസി ചോദിക്കുകയല്ല, ആരാ ഞാൻ? അപ്പം അവനെ മനസ്സിലായി. അതിലൊരാനന്ദമുണ്ട് പൗലോസിൻ്റെ കാര്യത്തിൽ. പൗലോസ് അന്ന് ചോദിച്ച ചോദ്യമാ, അങ്ങ് ആരാകുന്നു കർത്താവേ? ആ ചോദ്യത്തിന് പെട്ടെന്നൊന്നൊരു ഉത്തരം കർത്താവ് കൊടുത്തില്ല. എൻ്റെ കാര്യം കൂടുതൽ ഉത്തരം പറഞ്ഞാൽ ഈ മനുഷ്യന് മനസ്സിലാകുകയില്ല. കാരണം എന്താ?
പൗലുസേ, നീ എത്ര വലിയ പുള്ളിയായിരിക്കും രക്ഷിക്കപ്പെട്ടത് ഇന്നാണെങ്കിൽ സ്പിരിച്വലി നീ ഇപ്പോൾ LKG എത്തിയുള്ളൂ. നിന്നോട് തത്വം പറയാൻ പറ്റില്ല. മനസ്സിലായല്ലോ? നീ റബിയൊക്കെ ആയിരിക്കും, അതവിടെ. ഇതിനകത്ത് കയറിയോ നീ LKG തുടങ്ങിയുള്ളൂ. LKG കുഞ്ഞോട് എങ്ങനെയാ പറയുന്നത്? LKG കുഞ്ഞില്ലേ, കൊച്ചു കുഞ്ഞിവിടെ ഉണ്ട്. അവനെ കാട്ടി അമ്പിളിമാവനെ കാണിച്ചിട്ട് എന്താ പറയും? ചന്ദ്രനെ കാണിച്ചിട്ട് അതിനെ ചൂണ്ടിക്കാണിക്കും, പറയാം ഭൂമിയുടെ ഉപഗ്രഹമാണ് കുഞ്ഞ്, അതെന്ന് പറയുമോ? അത് സ്വയം പ്രകാശിക്കുന്ന ഗോളമല്ല കുഞ്ഞെ, ഭൂമിയുടെ ഉപഗ്രഹം. പിന്നെ എങ്ങനെ അമ്പിളിമാമനെ കാണിച്ചിട്ട് പറയുന്നത്? കുഞ്ഞേ, അത് നമ്മുടെ അടിമാലിലെ ചാച്ചനാ, എങ്കിലേ കുഞ്ഞ് ഭക്ഷണം കഴിക്കുള്ളൂ. LKG വരുന്ന കുഞ്ഞിൻ്റെ ശ്രദ്ധ കിട്ടാൻ പറയും, സൂര്യനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, അതെന്താ? കുഞ്ഞേ, അത് സൂര്യൻ നമ്മുടെ മാമനാ. അല്ല, സൂര്യനെ കാണിച്ചിട്ട് പറയോ, കുഞ്ഞേ, സൂര്യൻ എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം ഡിഗ്രി സെന്റിഗ്രേഡിൽ ഹീലിയം കത്തി ഹൈഡ്രജനായി മാറുന്ന വൻ രാസപ്രക്രിയ നടക്കുന്നൊരു ഗോളം. അങ്ങനെ മിസ് പറഞ്ഞ അവളെ അന്നേ ആക്കേണ്ടടുത്താക്കിക്കോണം. മനസ്സിലായോ? പൗലുസേ, നിന്റെ ചോദ്യം ആരാ ഞാൻ? ഉത്തരം ഇതിൽ പരം പറയാനില്ല. അന്ന് മുതൽ മരിക്കും വരെ ആ ചോദ്യത്തിൻ്റെ പിന്നാലെ പൗലുസ് നടന്നു. ആ ചോദ്യത്തിന് പലയിടത്ത് വെച്ച് അദ്ദേഹം മറുപടി പറഞ്ഞു. പണ്ട് താൻ തന്നെ ചോദിച്ച ചോദ്യത്തിന് തൻ്റെ നാവിലൂടെ ഉത്തരം വന്നു. അതായി 14 ലേഖനം. 14 ലേഖനങ്ങളുടെ പൗലോസ് പറഞ്ഞത് ആരാണ് ക്രിസ്തു? പണ്ടത്തെ ചോദ്യം സെയിന്റ് പോൾ തർസോസിലെ ശൗലിന്റെ ചോദ്യം ആരാണ് നീ? കൊലോസ്യ ലേഖനത്തിൽ വന്നപ്പോൾ പറയാ, ഞാൻ പകൽ പറഞ്ഞു, അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ, സകല സൃഷ്ടിക്കും ആദ്യജാതൻ. വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരമുളവായി. എബ്രായ ലേഖനത്തിൽ ചെന്നപ്പോൾ പറഞ്ഞു, അവനവൻ്റെ തത്വത്തിൻ്റെ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭ, തത്വത്തിൻ്റെ മുദ്ര, സകലവും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. റോമർക്കെഴുതിയ ലേഖനം 9:5 വരുമ്പോൾ പറയുക, അവൻ സകലത്തിനു മീതെ ദൈവമായി വാഴ്ത്തപ്പെട്ടവൻ. തീത്തോസിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി, മഹാദയോ നമ്മുടെ കർത്താവുമായി യേശു ക്രിസ്തു. എത്ര കാലമെടുത്തു ഈ അറിവിലേക്ക് വളരാൻ? ഒരുവൻ എന്ന് യേശുവിനെ അനുഗമിക്കുമോ അന്നു മുതൽ അവൻ ആജീവനാന്ത വിദ്യാർത്ഥിയാണ്. ഇപ്പം മനസ്സിലായോ? അതുകൊണ്ട് ആ ബോധ്യം തന്നെയാണ് അവനോടൊത്തുള്ള, അവനെക്കുറിച്ചറിയാനുള്ള ആ ബോധ്യമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അത് എനിക്കൊന്ന് പറയാനായിട്ടുണ്ട്, ക്ഷമിക്കണം. ഇവിടെ ഈ കൊയറൊക്കെ കണ്ടത് വലിയ സന്തോഷം. ചിലയിടത്ത് ഈ കൊയറൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പരിതാപകരമായൊരവസ്ഥയാണ്. ഞാനതുകൊണ്ട് കഴിവത് ഈ പാട്ട് കഴിഞ്ഞിട്ടേ യോഗത്തിന് പ്രസംഗിക്കാനായിട്ട് കയറുള്ളൂ. അത് പാട്ടിനോടുള്ള വിരോധമല്ല, ചില പരിപാടികൾ സഹിക്കാനുള്ളൊരു ത്രാണി എനിക്കില്ല. ഒരിടത്ത് ചെന്നപ്പോൾ ഒരു വാസു പറഞ്ഞു, അവിടെ ഇരിക്കാതെ ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാനിവിടെ ഇരുന്നോളാം. അപ്പോൾ അദ്ദേഹം എന്നെ പിടിച്ചുകൊണ്ട് സ്റ്റേജിലിരുത്തി. അപ്പോൾ ഞാൻ മാറിയിരിക്കാൻ കാരണം അവിടെ ഒരു പയ്യൻ പാടാനുണ്ടായിരുന്നു. അവൻ്റെ രൂപം ഒന്ന് പറയാനായിട്ടുണ്ട്. ഒരു ക്രീം കളറുള്ള ജീൻസാണ്. ജീൻസ് ഇടുന്ന ഒരു പാപമൊന്നുമല്ല, നല്ല വസ്ത്രമാണ്, കുഴപ്പമില്ല. എന്നാൽ ഇട്ടിരിക്കുന്ന ഷർട്ട് ഇങ്ങനെ അറ്റപ്പറ്റ നിൽക്കുകയാണ്. ഏത് സമയത്തും എന്ത് സംഭവിക്കാം, ഇങ്ങനെ നിൽക്കുക. ആ ജീൻസ് ഈ കിടക്കേണ്ട ഒരു സ്ഥാനത്ത് നിന്നൊരു 1.5 ഫർലോങ് താഴെ. ഈ ഫർലോങ്ങിൻ്റെ കണക്ക് പഴയ അപ്പച്ചന്മാരാലുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം പിള്ളേർക്ക്. 1.5 ഫർലോങ് താഴെ കിടക്കാണ് ഈ ജീൻസ്. ഒരു കുഞ്ഞുടുപ്പാണ്. എനിക്കൊന്നത് തയ്ച്ചല്ല, ഫെവിക്കോൾ തയ്ച്ച് ഒട്ടിച്ചേക്കാൻ തോന്നുന്നു ദേഹത്ത്. ആ ബട്ടണൊക്കെ വന്ന് ഇങ്ങനെ ഇപ്പോൾ പൊട്ടും എന്നുള്ള നിലയിൽ നിൽക്കുകയാണ്. തീർന്നില്ല. ഈ യമുനാപ്യാരി ആടിൻ്റെ താടി കണക്കൊരു താടി. അങ്ങനത്തെ ഒരു ആടുണ്ടല്ലോ, ഇവിടുന്ന് ഇവിടെ 2 വര. പ്രൈസ് ആൻഡ് വർഷിപ്പാ. അവനിങ്ങനെ വെക്കുന്നു, ഇങ്ങനെ വെക്കുന്നു. ആകപ്പാടെ വലിയ പരിപാടി. ഈ പാൻറ് കിടക്കുന്ന രംഗമൊക്കെ ഉണ്ടല്ലോ, ഇത്രയുള്ള ഉടുപ്പ്. അപ്പം ഞാൻ വന്ന് ഒരു വിധത്തിൽ അപ്പുറത്ത് മാറിയിരുന്നു.
മാറിയിരുന്നപ്പോൾ ഇവന് പാടി ആടി തിമിർത്ത് ഇങ്ങനെ നിന്ന് പാടുന്നു, കുനിഞ്ഞു നിന്ന് പാടുന്നു. ഈ കുനിഞ്ഞു നിന്ന് പാടുമ്പോൾ അവിടെ ഇരിക്കുന്നവർക്ക് അത്രയും ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നവർക്കറിയാം അതിൻ്റെ ഒരു പ്രയാസം. പ്രൈസ് ആൻഡ് വർഷിപ്പാണ്. ഞാൻ കുറച്ചേരിരുന്നങ്ങ് മടുത്തു. എൻ്റെ ഈ ബുദ്ധിമുട്ട് അവിടുത്തെ പാസ്റ്റർക്ക് മനസ്സിലായി. ഇപ്പോൾ പുള്ളിക്കും ഒരു മടുപ്പായി. പക്ഷെ അവനങ്ങ് പിമ്പിലുള്ളതിനെ മറന്ന് പരമവിളിയുടെ ലാക്കിലേക്ക് വിരുദ്ധനായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അല്പം കഴിഞ്ഞു ഈ പാസ്റ്റർ പറഞ്ഞു, മോശമായി പോയല്ലോ, ഇപ്പം എന്താ ഇവനോടൊക്കെ പറയുന്നത്, അതുകൊണ്ട് കയറി നിൽക്കുമ്പോൾ പാസ്റ്റർ ഇതേക്കുറിച്ച് ഒരു വാക്കൊന്ന് പറഞ്ഞേക്കണമെന്ന്. ഞാൻ പറഞ്ഞു, അത് ഞാൻ പറഞ്ഞ ഒക്കില്ല, ഞാൻ ഒരു ഗ്രാമീണ കർഷകൻ്റെ മകനാണ്. ഞങ്ങളുടെ നാട് കേട്ടാൽ നിങ്ങൾക്ക് അത്ഭുതം വരും. ഞങ്ങൾ ഈ പൂഞ്ഞാർ നിയോജക മണ്ഡലംകാരാണ്. PC ജോർജ് ഞങ്ങളുടെ MLA. ആ നാട്ടിലൊരുവിധം മാനം വരെയൊക്കെ സംസാരിക്കുന്ന മനുഷ്യനാണ് പുള്ളി. അതാ ഇത്രയും ഭൂരിപക്ഷത്തിൽ പുള്ളി ജയിക്കുന്നത്. എല്ലാവരെയും തൊപ്പിച്ച് ജയിക്കുന്നത് നല്ല മനുഷ്യനാണ് പുള്ളി. അപ്പോൾ ഈ അലക്കിത്തേച്ച ഭാഷ പെട്ടെന്ന് കിട്ടൂല. ഒരു 10 മിനിറ്റൊക്കെ കിട്ടുക കഴിഞ്ഞാൽ അതങ്ങ് പോവും. ഞാൻ പറഞ്ഞ ഓക്കെ അല്ല, അച്ഛൻ പറഞ്ഞാലേ ശരിയാവുള്ളെന്ന് പറഞ്ഞു. ഭാഷ പറഞ്ഞ അങ്ങനല്ല, ദൈവാസം തന്നെ പറയണമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ പറയാനിരിക്കുക, ഇവൻ ഈ പാടിപ്പാടി വരുമ്പോൾ ഇവൻ ഈ പറയുന്ന പോലെ കാണിക്കാനുള്ള ആസ്തി നമുക്കുണ്ടോ ശരീരത്തിന്? അവൻ പറയും, കുറച്ചു നേരം നമുക്ക് കരം വീശി ആരാധിക്കാം, ഈ വണ്ടിയുടെ വൈപ്പർ പോലെ ഇങ്ങനെ വെക്കുക. നമ്മളിങ്ങനെ വെക്കുമ്പോൾ അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ആകെപ്പാടെ എൻ്റെ പൊന്നച്ച ഒന്നും പറയണ്ട. അപ്പോൾ പ്രായമുള്ള അപ്പച്ചന്മാരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നു, ഓടാൻ പറയുന്നു, ചാടാൻ പറയുന്നു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയും, കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം എന്ന് പറയുമ്പോഴേക്ക് ഉടുപ്പ് കയറി ഇവിടെ വരും. ഇപ്പോൾ പാട്ട് കേട്ടോണം, മുട്ടോളം അല്ല അരയോളം അല്ലെന്ന്. ഞാൻ ഈ പാസ്വേഡ് ചോദിച്ചു, ഇവൻ എന്താ ഈ പറയുന്നത്? മുട്ടോളം ഇല്ല, അരയോളം ഇല്ല. മാന്യന്മാരാ യോഗത്തിന് വന്നിട്ടുണ്ട്, നീന്തിയിട്ടല്ലാതെ അവിടുന്ന് പോക്ക് കിടക്കുകയല്ല. ഇതാണ് പ്രൈസ് ആൻഡ് വർഷിപ്പ്, ഈ കൂത്തരങ്ങ്. ഞാനതിലൊന്നും മിണ്ടിയില്ല. അല്പം കഴിഞ്ഞപ്പോൾ ഞാൻ മാത്രം അനങ്ങുന്നില്ലെന്ന് എൻ്റെ പുള്ളി കൊടുത്തു. ഏതാണ്ട് സുഖമില്ലാത്ത ഭൂതം പിടിച്ചൊരു മനുഷ്യനാണ്. അങ്ങനെ പലർക്കും തോന്നിയിട്ടുണ്ട്. ആ പുള്ളി ഇങ്ങോട്ട് എൻ്റെ തലയിലേക്ക് അവൻ്റെ ആ വിശുദ്ധ കരമെടുത്ത് വെച്ചിട്ട്, മുമ്പേ പറഞ്ഞ പോലെ നാളികേരം വിളഞ്ഞാണോ നോക്കുന്നില്ല, 5-6 കുലുക്കിട്ട് പറയാ, ഒരു ശക്തി ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ, ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. കുറേ നേരം അവൻ ഇങ്ങനെ ഉത്തമഗതി പറഞ്ഞല്ലോ, അവൻ്റെ വലങ്കരം എൻ്റെ തലയിൽ മീതെ ഇരിക്കുന്നു, ഇടങ്കരം ഇങ്ങനെ ആശ്ലേഷിക്കുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഞാനൊരു പരുവത്തിനെ മുടി ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ 7 രാജമുടി പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. വെളിപ്പാട് ദിവസം പ്രസംഗിക്കുകയും ചെയ്യണം. എന്നിട്ടും അനങ്ങുന്നില്ലെന്ന് കണ്ട, വഴിപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൻ ആ കൈ എടുത്ത് എന്നെ ഇങ്ങനെ പിടിച്ചു. അപ്പോൾ അവൻ്റെ കയ്യിലായിപ്പോയി എൻ്റെ തല. എന്നിട്ട് ഈ കൈ കൊണ്ട് ഇത് ഇങ്ങനെ വെച്ചുകൊണ്ട് ഇവിടെ മുതൽ അവിടെ വരെ നടത്തുക. എന്നിട്ട് പറയാ, വ്യാപരിക്കട്ടെ, ബന്ധനം അഴിയട്ടെ, അഴിഞ്ഞഴിഞ്ഞ് മാറട്ടെ. ഇവിടുന്ന് അവിടെ വരെ കൊണ്ടുപോകും, അവിടുന്ന് ഇവിടെ വരെ. അപ്പം എന്നെ കണ്ടാൽ ഈ നായ പൊട്ടുകൊടത്തി തലയിട്ടിട്ട് ഊരാൻ വയ്യാത്ത പോലെ ഞാനിങ്ങനെ അവിടെ വരെ പോവും, ഇവിടുന്ന് ഇവിടെ വരെ വരും. ആകെപ്പാടെ വിഷമിക്കുകയാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, അന്നാ ഒരു കാര്യം ഓർത്ത്, ചെറുപ്പത്തിൽ ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ നല്ല വല്ലോൻ്റെയും കക്ഷത്തിൽ കൊടുക്കരുത്. അന്നാ അതിൻ്റെ വിഷമം എനിക്ക് മനസ്സിലായ. അതിനവിടെ കൊണ്ട് ലാസ്റ്റ് ഒരു സ്ഥലത്ത് തന്നെ ഇരുത്തി. സത്യം പറയാമല്ലോ, അന്നേരം എനിക്കൊരു വിടുതലുണ്ടായി. ഒക്കെ കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, ഇരുത്തി കഴിയേ ഞാനൊന്ന് ആശ്വസിച്ചിട്ട് ചോദിച്ചു, ബ്രദർ അവിടെ നിൽക്കാൻ പറഞ്ഞു. തൊക്കുരോഗം വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു. ഇല്ല. പിന്നെന്തിനാ എന്നെ കെട്ടിപ്പിടിച്ച് പറയാ, ഒരു വിടുതൽ വ്യാപരിക്കട്ടെ, ഒരു പകർച്ച. എന്താ ഈ പറഞ്ഞേ? പിടികിട്ടുന്നില്ല. ഇതാണ് ഈ പ്രൈസ് ആൻഡ് വർഷിപ്പ്. വെള്ളക്കം മാടി മര്യാദയ്ക്ക് പാട്ട് പാടി കർത്താവിനെ ആരാധിക്കണം. ചില ആളുകൾ നമ്മളെ കൊണ്ട് ഹല്ലേലൂയ പറയിപ്പിച്ചിട്ട് പറയും, പോരാന്ന് പറയാൻ അവനാര്? അതുകൂടെ ഒന്ന് പറഞ്ഞിട്ട് അവിടെ വിട്ടേക്കാം, കേൾക്കണം. പ്രധാന പോയിൻ്റാണ് പറയുന്നത്. കാന്തയും കാന്തനും തമ്മിലുള്ള സുദൃഢ ബന്ധത്തിൻ്റെ പ്രദർശനമാണ് ആരാധന. കാന്തനായ ക്രിസ്തുവിനോട് കാന്ത സംസാരിക്കുന്നതാണ് ആരാധന. മനസ്സിലായോ?
ആത്മാവ് നമുക്ക് വേണ്ടി ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ പക്ഷപാതം ചെയ്യുന്നതാണ് ആരാധന. അതിൽ ലിപിയും ഭാഷയൊന്നുമില്ല. സാർ ഉറപ്പിച്ചോലെ, ഞാൻ അടുത്ത കാലത്തോടെ ഈ ഒരു കാര്യം ചർച്ചയ്ക്ക് പോയതാ. ഒരുത്തൻ പറഞ്ഞു, നിങ്ങളുടെ ഈ പരിപാടിയെല്ലാം കൊള്ള ഈ അന്യഭാഷ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ കാരണം നിസാരമല്ലേ? എൻ്റെ കാരണം അത് അന്യഭാഷയാണ്. വീണ്ടും പുള്ളി പറഞ്ഞു, അല്ല അതല്ല, അത് മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞു, കാരണം അത് അന്യഭാഷയാണ്. വീണ്ടും പുള്ളി പറയും മനസ്സിലാകുന്നില്ല. അപ്പോഴൊക്കെ ഞാൻ പറയും അത് അന്യഭാഷയാണ്. ഈ പുള്ളി അങ്ങ് മടുത്തു. പറഞ്ഞു, അതൊന്ന് വിശദീകരിക്കാം. ഒന്നാമത്തെ കാര്യം, ഞാൻ ബ്രദറിന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞല്ല. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു, തനിക്ക് താൻ ആത്മീയവർദ്ധന വരുത്തുന്നു. കേട്ടല്ലോ? ബ്രദറിന് മനസ്സിലായാൽ ബ്രദർ ദൈവമാണെന്ന് വരുന്നതുകൊണ്ട് ബ്രദർ ദൈവമല്ലെന്ന് എനിക്ക് പണ്ടേ അറിയാമായിരുന്നു. അതൊന്നുകൂടെ സ്ഥിരീകരിച്ചിപ്പം അതാ മനസ്സിലാത്തതിൻ്റെ ഒരു കാരണം. രണ്ടാമത്തെ കാരണം, ആത്മാവിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതിന് ലിപിയും ഭാവവും ഭാഷയൊന്നും ഇല്ലെങ്കിലും കേൾക്കുന്നവന് മനസ്സിലായാൽ മതി, നമ്മുടെ കാര്യം രക്ഷപ്പെട്ടു. അത് പറയാൻ ഇങ്ങോട്ട് വന്നേ. അവിടെ പറഞ്ഞെങ്കിൽ ഈ ആരാധന ഇതും തമ്മിലുള്ള ആ ബന്ധം പൂർത്തീകരിക്കൂ. ശ്രദ്ധിച്ചാട്ടൻ വിഷയം വിട്ടുപോയതല്ല. ഇടയ്ക്കൊരു യോഗത്തിനൊരു കൊച്ചു പോയി, അച്ഛന് പോകാൻ പറ്റിയില്ല. തിരിച്ചു വന്നിച്ചു, കുഞ്ഞെ എന്തായിരുന്നു ഇന്നവിടെ വിഷയം? അവിടെ ആകെ വിഷയമായിരുന്നു പറഞ്ഞു. അതുപോലെ വരല്, ശ്രദ്ധിച്ചാട്ട് ഇങ്ങോട്ട്. അപ്പോൾ ഞാൻ ഈ വഴി ഇങ്ങനെ പോയപ്പോൾ ഇവിടെ ഒന്ന് കയറാൻ തോന്നി രാവിലെ. ഒരു പരിചയം, ഞാനങ്ങനൊന്നും വന്ന് കയറൂല, പേടിക്കണ്ട. ഇവിടെ വരുമ്പോൾ ഈ സാറും കുടുംബമല്ലേ ഇവിടെ അങ്ങ് താമസമാണ്, അങ്ങനെ അങ്ങ് സങ്കല്പിച്ചു. ഞാൻ വന്നു. ഞങ്ങൾ ഈ ഹൈ റേഞ്ചുകാർ നല്ല കടുപ്പത്തിൽ ചായ കുടിക്കുന്നവരാ. നിങ്ങളുടെയൊക്കെ 5 ചായ സമയം ഞങ്ങളുടെ 1 ചായയാണ്. അതുകൊണ്ട് പാമ്പ് കടിച്ചാൽ പോലും ഏൽക്കില്ല. അപ്പം ഞാൻ എന്നോട് സാറ് ചോദിച്ചു, ചായ? ഞാൻ പറഞ്ഞു പോരട്ടെ, അല്പം സ്ട്രോങ് ആയിട്ട്. അപ്പം അകത്തേക്ക് നോക്കി സാറ് പറഞ്ഞു, ഒരു സ്ട്രോങ് ചായ. ഈ പുരുഷന്മാർക്കുള്ളൊരു കുഴപ്പം കൂടി പറയാം, സൗകര്യമാർക്ക് പറയപ്പെടുന്നൊരു കാര്യമാണ്. അവരിതെല്ലാം അകത്തോട്ട് കൽപ്പിക്കുകയല്ലാതെ സമയത്തിന് വാങ്ങിക്കൊടുക്കല്ലേ. സ്ത്രീ തന്നു, ഞാൻ തിന്നെന്നു. അതാ പണ്ട് മുതലേ പുരുഷൻ്റെ ഒരു പരിപാടിയാണ്, ഉൽപ്പത്തി മൂലമുള്ളതാ. സാറിനെ അല്ല പറഞ്ഞേ. അകത്തോട്ട് നോക്കി, അപ്പോൾ കൊണ്ട് ചായപ്പൊടി ഇല്ല. സാറിൻ്റെ വീട്ടിൽ ഇഷ്ടം പോലുണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു, അടുത്തിരിക്കുന്നുണ്ട്. അപ്പോഴേക്ക് സാറ് പറഞ്ഞു, എൻ്റെ ഇത് വായിച്ച് വിടിരി. എനിക്കൊരു പത്രക്കെട്ടോ ഒക്കെ തന്നു. ഞാനിങ്ങനെ വായിച്ചിരിക്കുമ്പോൾ ഈ ചായപ്പൊടി ഇല്ല എന്ന് ആ വീട്ടിലെ ആൻറ്റി എങ്ങനെ അറിയിച്ചെന്നറിയോ? ഇവിടെ ചായപ്പൊടിയൊന്നും ഇല്ലെന്നല്ല പറഞ്ഞേ. ഞാൻ കാണാതെ ആ കതകിൻ്റെ മറവിൽ അദ്ദേഹം മാത്രം കാണുക നിന്നുണ്ട്. ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ കാണിക്കുന്നു, ഇങ്ങനെ കാണിക്കുന്നു, ഇങ്ങനെ നമ്മളോർക്കത് പോകേണ്ട സഹോദരി പണ്ട് ട്രാഫിക്കിൽ എങ്ങാണ്ടായിരുന്നു. ഒന്നുമല്ല, ആളിന് കാര്യം പിടികിട്ടി, അദ്ദേഹം പോയി. അല്പം കഴിഞ്ഞ് നമുക്ക് ചായ വന്നു, നമ്മൾ ചായയും കുടിച്ചു. എന്നാൽ ഞാനിതെല്ലാം കണ്ടിട്ട്, ഈ സഹോദരി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ പറയാ, പോരാ. കാരണം ഭാഷയൊന്നും പുറത്തു വന്നില്ലല്ലോ. ഒന്നുകൂടെ ഉച്ചത്തിൽ, എടാ കിട്ടിയ ചായ കുടിച്ചോട്ട് വീട്ടിൽ പോക്കോണം. കാന്തനോട് സംസാരിച്ചെടുത്ത് നിനക്കെന്നാ കാരണം? കാന്തയും സംസാരിച്ചെടുത്ത് ഇടയ്ക്ക് കയറാൻ നിന്നോട് ആര് പറഞ്ഞു? അതുകൊണ്ട് മോശേ ചെല്ലി പറവൻ്റെ അടുത്ത്. ഞാൻ പറയാം, കാര്യമെല്ലാം പറഞ്ഞപ്പോൾ ഫറവോയ്ക്ക് ബോധം വരുന്നില്ല. മോശേ ചെങ്കടൽ വിഭജിക്കാനിരിക്കുന്നവനാണ് ഇവനെന്നറിയാതെ മോശയ്ക്കെതിരെ സംസാരിച്ചപ്പോൾ മോശയ്ക്ക് തെളിയിച്ചു കൊടുക്കണം, തൻ്റെ ജനത്തോടെങ്കിലും ദൈവം തന്നെ അയച്ചു. ദൈവം അയച്ചു എന്നതിൻ്റെ തെളിവായി തമ്പുരാൻ മോശയോട് പറയുക, മകനെ, നിന്റെ ശുശ്രൂഷയുടെ ആരംഭം കുറിക്കാൻ ഞാൻ നിന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാം. എവിടെന്നറിയണ്ടേ? നൈൽ നദിയുടെ തീരത്ത്. നിന്റെ കൈവശമിരിക്കുന്ന വടി കൊണ്ട് നൈലിനെ അടിക്കുക. കയ്യിൽ വടിയന്തി നൈൽ നദിക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് മോശ ആഞ്ഞു വീശുമ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്ന അറിയണ്ടേ? 80 ആണ്ടുകൾക്കപ്പുറത്ത്
ഈ നൈൽ നദി നിനക്ക് മരണം വിധി എഴുതിയിരുന്നു. ഈ ദേശാധിപതി നിന്നെ ഇവിടെ വച്ച് ഉന്മൂലനം ചെയ്യാൻ പദ്ധതി കിട്ടിയിരുന്നു. പക്ഷേ ജയാളിയായി നീ ഒരിക്കൽ ഇതുവഴി വരുമെന്ന് നിന്നെക്കുറിച്ച് കണ്ട മഹാദൈവത്തിന്റെ ശക്തി ഇന്ന് ജയമെടുക്കാൻ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ, ഒരിക്കൽ തോറ്റ് തുന്നം പാടിയ മണ്ഡലത്തിൽ നിനക്കൊരു ജയം അവൻ കരുതി വെച്ചിരിക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും എന്റെ വിരുദിനെ അപകരിക്കാൻ ഇടവരാത്ത വിധത്തിൽ എന്നെ ശക്തീകരിച്ച് സജ്ജീകരിച്ച് തോറ്റ് തുന്നം പാടിയ മണ്ണിൽ വിദേശിലാളിതനാക്കി കൊണ്ടുവരാൻ കഴിയുന്നവനെയാ ഞാൻ സേവിക്കുന്നത്. അവനുമായിട്ട് ഇന്ന് രാത്രി നമുക്ക് കാര്യമുള്ളത്. ആ സ്ഥലത്ത് മടങ്ങിയെത്തിയപ്പോൾ മറ്റൊരു കാഴ്ച കൂടി. വെള്ളം രക്തമായി മാറുന്ന കാഴ്ച. ആ കാഴ്ച കണ്ട് ഇസ്രായേൽ ജനം മുഴുവൻ ആർത്ത് ദൈവത്തിന് മഹത്വമർപ്പിക്കുമ്പോൾ, ആ കാഴ്ച കണ്ടൊരു കുടുംബം മാത്രം ഉച്ചത്തിൽ കരഞ്ഞു, ദൈവത്തിന് മഹത്വമർപ്പിച്ച്. മിറിയാം ഉൾപ്പെടെ അഹരോൻ ഉൾപ്പെടെ കരഞ്ഞുകൊണ്ട് പറയുക, ഇവൻ ഒരിക്കലും ഇതിന് താണിയില്ലെന്ന് ലോകം വിധി എഴുതിയ മണ്ഡലത്തിൽ ആ ദുർബല കരങ്ങളുടെ പ്രവർത്തിക്കുന്നവൻ ഞാനാകുന്നു എന്നറിയവന്റെ ശക്തിയാ ഇന്നിവിടെ വ്യാപരിക്കുന്നതെങ്കിൽ, ഇതാ ഇതുവഴി ഒഴുകുന്ന നൈൽ നദിയുടെ ഞരമ്പടിച്ച് പിടഞ്ഞുകൊണ്ട് രക്തം പുറത്തേക്ക് വമിക്കുമ്പോൾ തമ്പുരാൻ തെളിയിച്ചു കൊടുത്തു, ആരാണ് ഞാൻ. ഈ ദൈവം സിദ്ധാന്തങ്ങളാലല്ല, അവൻ തൻ്റെ ചില പ്രവൃത്തികളാൽ തെളിയിച്ചു കൊടുക്കുമാരെന്ന്. നിന്റെ ദൈവം എവിടെയെന്ന് ഇടവിടാതെ അവരെന്നോട് ചോദിക്കൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായിരിക്കുന്നു. കണ്ണീര് കിടക്ക നനയ്ക്കുമ്പോഴൊക്കെ ലോകമോർക്കും നീ തോറ്റു. കണ്ണുനീരൊരു തോൽവിയല്ല, അതൊരു ജയം. ഏത് യുദ്ധത്തിലും ഞാൻ വിജയിച്ച വജ്രായുധം അതെങ്കിലും എൻ്റെ അവനാടിയിൽ ഇന്നുമുണ്ടത്. അതെടുത്ത് പ്രയോഗിച്ചവരാരും ദൈവസന്നിധിയിൽ തോറ്റിട്ടില്ല. ഏറ്റവും ബലമുള്ള ആ ആയുധം കൊണ്ട് ഇന്നിവിടെ വന്നതെങ്കിൽ ഈ ദിനങ്ങളിലെ പ്രാർത്ഥന ജീവിതത്തിലെ ചില പുത്തൻ വഴിത്താരകളെ അതിജീവിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കും. വിശ്വസിച്ചട്ടെ. അവിടെ നിന്ന് ദൈവപുരുഷൻ ശക്തിപ്പെട്ടു. പിന്നെ ഒത്തിരി കഥകളടക്കമുണ്ട്. അവസാനം ഒരു ബാധ കൂടി. അത് പട്ടാപ്പകൽ കൂരിട്ട് കൊടുത്തു ദൈവം. 9ാമത്തെ ബാധ എന്തിനാന്നറിയണ്ടേ? അവരുടെ പ്രധാന ദേവൻ സൂര്യനാ. അവൻ്റെ കണ്ണടിച്ച് ഫ്യൂസാക്കിയിട്ട് തമ്പുരാൻ തെളിയിച്ചു കൊടുത്തു, ഇതൊന്നും ദൈവമല്ല, ഞാനാകുന്നു. സ്പർശിക്കത്തക്ക ഇരുൾ, കണ്ടാൽ ആർക്കും മനസ്സിലാകാത്ത ഇരുളിൽ ഈ രാഷ്ട്രം മുഴുവൻ വിറങ്ങലിക്കുമ്പോൾ ഒരു ജനത്തിന് മാത്രം തൻ്റെ വെളിച്ചത്താൽ ഇരുളിലൂടെ നടന്ന് വാഗ്ദത്തദേശം പ്രാപിക്കാൻ കഴിയും വിധം അവരെ പ്രചോദിപ്പിച്ചയച്ചെങ്കിൽ, ചുറ്റും ഇരുട്ട് വ്യാപരിക്കുമ്പോഴും നമുക്ക് വേണ്ടി അവൻ കരുതി വെച്ചിട്ടുണ്ട് തൻ്റെ വെളിച്ചം. ഇടറിവീഴാതെ ഇവിടെ വരെ വരാൻ അവൻ പ്രാപ്തി നൽകിയ ആ വെളിച്ചത്തിൻ്റെ സൗജന്യം, ആ വെളിച്ചത്തിൻ്റെ മറപറ്റി ഇവിടെ വരെ വന്നതാ ജീവിതത്തിൻ്റെ വിജയം. നീ തോറ്റവളല്ല, ജയിച്ചവൾ. തോറ്റ് തുന്നം പാടുമെന്ന് സ്വയം ചിന്തിച്ച മണ്ഡലത്തിൽ അങ്ങ് തോറ്റവനല്ല, വിജയിച്ചവൻ. ഈ വെളിച്ചമാ എന്നെ വിജയിപ്പിച്ചത്. ജീസസ് ഹല്ലേലൂയ. സഹോദരങ്ങളെ, അവിടെ നിന്ന് ചെങ്കടലിൻ്റെ തീരത്തണഞ്ഞു. ഈ ചെങ്കടലിൻ്റെ തീരത്തണഞ്ഞപ്പോൾ ആ സ്ഥലമൊന്ന് കാണുന്നവരക്കരെ കടന്നേ. പടുകുറ്റൻ 2 മലകളാണ്. ആ മലയെ തൊട്ട കല്ലുകൾ അടർന്നടർന്നടർന്ന് താഴേക്ക് വീഴും. അത് പഠിക്കാനുണ്ട്. അടർന്നടർന്ന് താഴെ വീഴുന്ന കല്ലുകളുള്ള ഈ സ്ഥലത്ത് കൂടി 600,000 കടന്നൊന്ന് മാറാൻ പോലും പറ്റില്ല. ഒട്ടു പിന്നാലെ ഫറവോയുടെ സേന. അവിടെ വന്നപ്പോൾ മോശ കരഞ്ഞു. നമ്മളോട് കൊടുന്നിട്ട് പറയും, മോശ നീ കരയുന്ന എന്തിനാന്നൊക്കെ പറയും. നമ്മളവിടെ നിന്ന് നോക്കണം. മരണ വീട്ടിലെ പ്രസംഗം പോലെ അവിടെ ചെന്ന് ചോറി ഒരിക്കൽ മരണവും ന്യായവിധിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ആശ്വസിക്കണം. സ്വന്തം കാര്യം വരുമ്പോൾ നമുക്ക് പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞല്ല ഈ ചെങ്കടലിൻ്റെ മുമ്പിലെ നിൽപ്പ്. ആ നിൽപ്പിൽ മോശ കരഞ്ഞു. ആരും കരഞ്ഞു പോകും. നായകൻ കരഞ്ഞ ജനം പതറൂലേ? അതൊന്നും മോശ ഓർത്തില്ല. മോശ കരഞ്ഞു. കരഞ്ഞപ്പോൾ തമ്പുരാൻ അടുത്ത് വന്നു. ഞാൻ കാണുന്ന ദേഹത്തൊരു തട്ടൊക്കെ തട്ടി. തമ്പുരാൻ ദേഹത്ത് തട്ടിയാൽ ഓർത്തോണം, നമ്മൾ ജയിച്ചു കഴിഞ്ഞു. ആ സ്പർശമേൽക്കാനാണ് ഇന്നിവിടെ വന്നിരിക്കണ്ടേ. അടുത്തിരിക്കുന്നവരോടും കാണാൻ കഴിയാത്ത വിധം അവൻ എന്നെ സ്പർശിക്കുന്നുണ്ട്. അവൻ്റെ സ്പർശനത്തിൻ്റെ സുഖം എന്നെ പ്രചോദിപ്പിക്കുന്നുണ്ട്. അവൻ എന്നെ തൊട്ടു. മറ്റുള്ളവനറിയണമെന്നൊന്നുമില്ല. കാരണം
ഈ ദൈവാത്മാവിൻ്റെ പ്രവൃത്തി ആരും അറിയാത്ത ഇടത്ത് സംഭവിക്കും. ശവപ്പെട്ടിക്കകത്ത് ശവവും കൊണ്ടുവരിക ഒരു പറ്റ ആളുകൾ, പുറത്ത് കിടന്ന് ഒരു പറ്റ ആളുകൾ ബഹളം വെക്കുക, കുഴലൂത്തുകാർ, വാദ്യക്കാർ അങ്ങ് തിമിർക്കുക, ഭയങ്കര ബഹളമാണ്. പക്ഷെ ശവം കിടക്കുന്ന പെട്ടിക്കകത്ത് മൂകത. യേശു കരം തൊട്ടപ്പോൾ പെട്ടിക്കകത്തൊരു വിടുതൽ. പുറത്തെ ബഹളക്കാരറിഞ്ഞില്ല. പുറത്തെ ബഹളത്തിലല്ല, യേശുവിൻ്റെ ശക്തി വ്യാപരിക്കുന്ന ഇടത്താണ് യഥാർത്ഥ വിടുതൽ വ്യാപരിക്കുന്നത്. സ്തോത്രം. ഇതുപോലെ സംഭവിക്കുക. അമ്പുരാൻ തട്ടിയിട്ട് ചോദിച്ചാണ്, കുഞ്ഞേ എന്തിനാ കരഞ്ഞേ? പറഞ്ഞു, നീ കാണുന്നുണ്ടല്ലോ കാര്യം. കരയാതെ 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 എന്ന് പറഞ്ഞിട്ടൊന്നുകൂടി പറയാം. നിൻ്റെ പേരെന്താ? പണ്ട് നീ എൻ്റെ പേര് ചോദിച്ചു, നിൻ്റെ പേര് പറ. എന്താ എൻ്റെ പേര്? ബൈബിൾ എഴുതിയിട്ടില്ല, ഞാൻ എൻ്റെ ഉള്ളത്തിൽ കാണുന്നൊരു കാഴ്ചയാണ്, സൗഹൃദ സംഭാഷണം. എന്താ അവൻ്റെ പേര്? മോശ. അങ്ങനല്ലേ? അതൊരു നല്ല പേരാണോ മോസസ്? ആണോ? അർത്ഥം പറഞ്ഞാൽ ആ പേര് നമ്മളാരും ഇടൂല. നമ്മളൊരാൾക്ക് പേരിടുന്നത് ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടാണോ? മോശയുടെ പേരെന്താ? വെള്ളത്തിൽ നിന്ന്. അങ്ങനെയാണോ കുഞ്ഞുങ്ങൾക്ക് പേരിടണ്ട? കരണ്ടടിച്ചവൻ, മെട്രോയും തെറിച്ച് വീണവൻ, അങ്ങനെയുള്ള ആരെങ്കിലും പേരിടുവോ? ഇടത്തില്ല. അതുപോലൊരു പേരാ. തെങ്ങേന്ന് വീണവൻ എന്ന് പറയുന്നവരേ ഉള്ളൂ, വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തവനും. ഇതാ മോശയുടെ പേര്. ഈ പേര് ഈജിപ്ഷ്യൻ പേരാ. എൻ്റെ പേരെന്താ? മോശ. ആ പേരിൻ്റെ അർത്ഥം എന്താ? വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു ഞാനിവനെ. കുഞ്ഞേ, ഇന്ന് നിൻ്റെ പേരിന് ഞാൻ അർത്ഥവ്യാപ്തി വരുത്തുന്ന ഒരു ദിവസമാണ്. വെള്ളമുണ്ടായിരുന്നത് കൊണ്ടാ നിനക്കൊരു പേരുണ്ടായത്. പ്രതിസന്ധിയാ നിനക്കൊരു പേര് തന്നത്. വേദനയാ നിനക്കൊരു പേര് തന്നത്. മരണത്തിൻ്റെ മുനമ്പത്ത് നിന്നാ നീ ഒരു പേര് പ്രാപിച്ചു വന്നത്. നിയമത്തിൻ്റെ സിദ്ധാന്തങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തിയിട്ടാ നിന്റെ ജീവൻ നിലനിൽക്കുന്നത്. നിനക്കൊരു പേരുണ്ടായി, മോശ. ആ പേര് ഇതുവരെ നിനക്ക് മാത്രമായിരുന്നു പ്രയോജനമെങ്കിൽ ഇന്ന് നിന്റെ പേരിന് ഞാൻ അർത്ഥവ്യാപ്തി വരുത്തുന്ന ദിവസം. ഇന്ന് നിന്റെ പേരിൻ്റെ വില ഞാൻ വർദ്ധിപ്പിക്കുന്ന ദിവസം. പണ്ട് നിന്നെ ഒരുവൾ ഒറ്റയ്ക്ക് വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തപ്പോൾ നിനക്കൊരു പേർ പതിഞ്ഞു, മോശ. ഇന്ന് നീ 600,000 ചെങ്കടലിൽ നിന്ന് വലിച്ചെടുത്ത് അക്കരെ എത്തിക്കുമ്പോൾ പിശാചുക്കൾ അടിവതറും. ഒരു മോശയെ കണ്ടവൻ 600,000 പേർ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടവരായി ജയോത്സവത്തോടെ പോകുന്ന ഒരു കാഴ്ച. ഈ കാഴ്ചയ്ക്ക് ഞാൻ നിന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത്. പ്രതിസന്ധിക്ക് നടുവിൽ നമ്മെ ഇങ്ങനെ ജയോത്സവത്തോടെ കൊണ്ടുപോകാൻ. ചില ചെങ്കടലിന്റെ ആർത്തിരമ്പുന്ന അനുഭവത്തിലേക്ക് വരുമ്പോഴൊന്നും ഭക്തൻ ഭയപ്പെടരുത്, ഒരിക്കലും തോൽവി വീണരുത്. ഇത് ജയിക്കുവാനുള്ള ഇടം. ഹല്ലേലൂയ. അപ്പോൾ പറയുമ്പോഴും ചെങ്കടലെ വഴിമാറാനൊക്കെ പറയുമ്പോഴും വിക്കുണ്ട്. ഞാൻ വിക്കിനെ കുറിച്ച് കൂടി ഒരു കാര്യം പറയാം. ഈ വിക്ക് വരുമ്പോൾ സാധാരണഗതിയിൽ അതിനൊക്കെ കാരണങ്ങളുണ്ട്. ഇത് മാറ്റിയില്ല ദൈവം. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? കുഞ്ഞേ, ഈ വിക്ക് നിനക്കൊരു ശാപമല്ല, ഒരനുഗ്രഹമാണ്. വിശ്വാസമില്ല പലർക്കും. വിക്ക് അനുഗ്രഹമെന്ന് ഞാൻ പറഞ്ഞില്ല. വിക്ക് മോശയെ നിനക്കൊരനുഗ്രഹമാണ്. എന്താ കാര്യം? പറയാം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ രാത്രിയിൽ എഴുന്നേറ്റിരുന്നങ്ങ് കരയും. നമുക്കൊരു കാര്യം പിടികിട്ടില്ല. നമ്മളോർക്കും ശ്മശാനത്തിൻ്റെ അടുത്തൂടെ ബൈക്ക് ഓടിച്ച് വന്നുകൊണ്ടെങ്ങാണ്ട് അവന് പറ്റിയതാണെന്നൊന്നുമല്ല. അത് അവൻ്റെ ഈ ഹോർമോണുകളൊക്കെ ആ ശരീരത്തെ പ്രൊഡ്യൂസ് ചെയ്യുകയും ഈ അസ്ഥിയൊക്കെ വളരുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു വേദനയാണ്. നമ്മളതൊക്കെ മറന്നുപോയി, നമ്മളിത് അനുഭവിച്ചാൽ വന്നേ. അവനങ്ങനെ കരയുക. അങ്ങനെ കരഞ്ഞെങ്കിലേ ഈ കുഞ്ഞാവുള്ളൂ. ചില ആളുകൾ ഈ കരയുന്ന കുഞ്ഞിനെ അന്നേരം സുവിശേഷ വിലയ്ക്ക് സമർപ്പിക്കും. അവൻ ആ മുൻപ് പറഞ്ഞ പണി കാണിക്കുന്നു. പിടികിട്ടിയല്ലോ, അങ്ങനെ ചെയ്യണ്ട, അവൻ കരഞ്ഞോട്ടെ. അതിനാ നേഴ്സൊരു തല്ലുവോ കൊടുത്ത് കഴിപ്പിക്കുന്ന എന്തിനാ? ഈ ശബ്ദമൊക്കെ പുറത്ത് വരണം. പക്ഷെ 3 മാസം
കരയാൻ തുടങ്ങുമ്പോഴൊക്കെ മിറിയാം വാതപ്പി പിടിക്കും. ചിരിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ അമ്മ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. ചിരിക്കാനാവാതെ, കരയാനാവാതെ, വോക്കൽ കോഡ് ഫങ്ഷൻ ചെയ്യാനാവാതെ നിന്റെ കരച്ചിലും ചിരിയുമൊക്കെ തടഞ്ഞു വെക്കപ്പെട്ടപ്പോൾ ഒരു മുദ്ര പോലെ പതിഞ്ഞു ഈ വിക്ക്. ജീവിതത്തിൽ എവിടെ പോയാലും വിക്കി വിക്കി സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, വന്ന വഴികളൊന്നും മറക്കരുത്. രക്ഷിച്ച ദൈവത്തെ മറക്കരുത്, സഹായിച്ച കരങ്ങളെ മറക്കരുത്, നടത്തിയ വിധങ്ങളെ മറക്കരുത്. ജീവിതത്തിൽ അതൊന്നും സാക്ഷ്യമായിരിക്കാൻ അതവിടെ ഇരിക്കട്ടെ. ആ പോയ പോക്കിൽ മോശ മരിച്ചു. ഇതിനിടയ്ക്ക് ഒത്തിരി കഥയുണ്ട്, അത് പറഞ്ഞതാ നിർത്തുന്നു. മോശ മരിച്ചു എങ്കിലേ ചിന്ത തീരുള്ളൂ. ഇത്ര പെട്ടെന്ന് മോശയെ കൊല്ലാൻ പാടില്ലാത്ത ഷാള് മരിച്ചു. മരിച്ച എവിടെ വെച്ചാൽ ഇന്ന് അമാൻ എന്ന് പറയുന്ന യോർദാൻ എന്നൊക്കെ വിളിക്കുന്ന രാജ്യത്തിൽ പിസ്ഗായുടെ ഉയരത്തിൽ, നെബോയുടെ ഉയരത്തിൽ അവിടെ വെച്ച് മരിച്ചു. മരിച്ച മോശയുടെ മരണം ഒരു ദുരൂഹതയാണ്. മരണമല്ല, ശവമടക്ക്. ഒരുവൻ്റെ ജനനവും ഒരുവൻ്റെ മരണവും ബൈബിളിൽ ഒരു ദുരൂഹത പോലെ എന്ന് പറഞ്ഞാൽ, ഏലിയാവ് എവിടെ ജനിച്ചു, എതിലേ വന്നൊന്നൊരു പിടിയില്ല. തിസ്ബയിൽ നിന്നുള്ള തിസ്ബനായി ഏലിയാവ്. തുടക്കത്തെക്കുറിച്ച് ഗ്രാഹ്യമില്ല. മോശ മരിച്ചു, പിന്നെ എന്ത് പറ്റി നമുക്കൊരു പിടിയില്ല. അവൻ്റെ അടക്കം എങ്ങനെ നടന്നു പോലും അറിയില്ല. ഒരു ദുരൂഹത. ഇപ്പം നിർത്തിയേക്കാം. ഈ ശവമടക്ക് വലിയ കൊട്ടിഘോഷമൊന്നുമില്ല നടന്ന് അവരൊരു പ്രാർത്ഥനയൊക്കെ നടത്തി അടക്കിയെന്ന് മാത്രമല്ല, നേരം വെളുത്തപ്പോൾ ഈ ശവകുടീരം എവിടെയെന്ന് പോലും കാണുന്നില്ല. പുതിയ നിയമം വീണ്ടും അതിനെ പൂരിപ്പിക്കുന്നുണ്ട്. മോശയുടെ ശവമടക്കിൻ്റെ അന്ന് പിശാചുക്കൾ വന്ന് വാദിച്ചു, ഞങ്ങളിത് കൊണ്ടുപോകുന്നു. ഞങ്ങളുടെ അന്ന് പ്രധാന ദൂതനായ മിഖായേൽ സാത്താനോട് എതിർത്തിട്ട് പറഞ്ഞു, ഈ യഹോവ നിന്നെ വത്സിക്കട്ടെ. വായിച്ചിട്ടുണ്ടല്ലോ. ഒരു ദുരൂഹത. സാത്താൻ വന്നു, ആകെ പ്രശ്നം. ശവക്കോട്ട എവിടെയെന്നൊട്ട് ആരും അറിയുന്നില്ല. എന്തായിരിക്കും ഈ കാര്യം? ഇതാ നിർത്താം. ഈ മോശയുടെ ശവമടക്ക് വലിയ ബഹളമൊന്നും ഇല്ലാത്തൊരു പരിപാടിയാണ്. ഡ്രം സെറ്റുകാരോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ശവമടക്ക്. പോസ്റ്റർ പഠിച്ചില്ല, ഫ്ലെക്സും ഇല്ല, ഒന്നുമില്ലാത്തൊരു ഓർഡിനറി ശവമടക്ക്. അതായിരുന്നോ കൊടുക്കണ്ടേ? അല്ലായിരുന്നു എന്ന് കൂട്ടുക. അതെങ്ങനെ ഇരിക്കുമായിരുന്നു എന്നൊന്ന് ബോധ്യപ്പെടുത്താം. മോശ മരിച്ചു. കൗൺസിലെല്ലാം കൂടിയപ്പോൾ ചെറുപ്പക്കാർ പറഞ്ഞു, നമ്മുടെ അപ്പച്ചൻ മരിച്ചാൽ നമുക്ക് നല്ലൊരു ശവമടക്ക്, കൊയറുകാരെ വിളിക്കണം, പത്രത്തിൽ കൊടുക്കണം. ചർച്ച ഇങ്ങനെ മുറുകുമ്പോൾ കൂട്ടത്തിലൊരു അപ്പച്ചൻ എഴുന്നേറ്റ് ചോദിച്ചു, മക്കളെ നിർത്ത്, നിങ്ങൾ ആരുടെ ശവമടക്കിൻ്റെ കാര്യമാണ് പറയുക? അപ്പച്ച മോശ. അത് മനസ്സിലായി. ആരാണ് ഈ മോശ? അദ്ദേഹം പറഞ്ഞു, നമ്മുടെ അവളെ പറയാൻ പറട്ടെ. ആരാണ് ഈ മോശ? രേഖാമൂലം പറയൂ. വീരമുള്ള അപ്പച്ചൻ പറയുക, ഈജിപ്തിലെ വില്ലേജിലെ രേഖകൾ പരത് അറിയാം. ആരാണ് ഈ മോശ? ഫറവോന്റെ പുത്രിയുടെ മകൻ. കളിക്കരുത്. രാജകുമാരനായി കിടക്കുന്ന വിവരം അറിയോ? രേഖാമൂലം. കളിയങ്ങ് മാറും. അതുകൊണ്ട് നമുക്ക് ഇവനൊരു രാജകീയ സംസ്കാരം കൊടുക്കണം. എല്ലാവർക്കും സമ്മതമാകും. എങ്ങനെ? വെട്ടിക്കൊണ്ടാ മുളന്തണ്ട് എന്തിനാ മൂക്കി കയറ്റി വെക്കണം? കട്ട പിടിക്കാൻ പണ്ടേ നമുക്കറിയാമല്ലോ. 13 ഏക്കറിലാ ഫറവോ കിടക്കുന്നതെങ്കിൽ നമുക്ക് 130 ഏക്കറുള്ളൊരു സൗധം കെട്ടിപ്പോക്കാം. അപ്പച്ചനീനകത്ത് വിശ്രമിക്കട്ടെ. മനസ്സിലായോ? ഇത് നമ്മൾ കാണിക്കും, ദൈവത്തിനറിയാം. ഒറ്റ ഒരുത്തൻ വാഗ്ദത്ത ദേശം കാണുമോ? അതുകൊണ്ടാണ് നമ്മുടെ ഈ പണി ഏൽപ്പിക്കാതെ ദൂതന്മാർ വന്നവനെ ശുശ്രൂഷിച്ചു ശവമടക്കി. പിശാചുക്കൾ വാദിക്കാൻ അടുത്തപ്പോൾ ആ ശവ സംസ്കരിച്ചു. പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ ശവകുടീരം പോലും കാണുന്നില്ല. ആര് പോട്ടെ, പെട്ടകമൊക്കെ കൊണ്ട് ഇവരങ്ങ് പോയി. യോശുവ ലീഡർഷിപ്പ് ഏറ്റെടുത്തു. അക്കരെ ചെന്നു. ആ ഭാഗം ഒന്ന് ഇങ്ങനെ തീർത്തേക്കാം. ഞാനൊരു കാഴ്ച കാണുന്നു, ഒരു വ്യത്യസ്ത കാഴ്ച. ഇവിടുന്ന് 1000 കൊല്ലം കൂടി കാലം കഴിഞ്ഞു. അപ്പോഴേക്ക് ഇസ്രായേൽ മക്കൾ യെരിഹോ കടന്നു, ഹായി പട്ടണം പിടിച്ചു, ബെതേൽ കടന്നു, ഗിൽഗാൽ കടന്നു. രാജാക്കന്മാരുടെയൊക്കെ ഭരണമെത്തിയപ്പോൾ മോശ മരിച്ചടക്കപ്പെട്ട
ഈ സ്ഥലം ഇവിടെ അന്യായപ്പെട്ട് കിടക്കുക, അന്യാധീനപ്പെട്ട് കിടക്കുക. അവിടേക്ക് ഒരു 2 പേര് തിരിച്ചു വരുന്നു. പോയ ഇസ്രായേൽ മക്കളുടെ കുലത്തിൽ നിന്നൊരു 2 പേര്, 2 ശ്രേഷ്ഠന്മാർ തിരിച്ചു വരുന്നു. ഒരുവന്റെ പേര് ഏലിയ, ഒരുത്തൻ്റെ പേര് ഏലിശ. ഒരാൾ ഗുരുവും ഒരാൾ ശിഷ്യനും. ഈശൻ പറഞ്ഞു, എനിക്ക് നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക്. ഗുരു പറഞ്ഞു, ഞാൻ എടുക്കപ്പെടുന്നത് കാണുമെങ്കിൽ നിനക്കത് ലഭിക്കും. കേട്ടല്ലോ, വലിയ പ്രയാസമുള്ള കാര്യം. രണ്ടും വന്ന വഴി നോക്കിക്കേ. ഗിൽഗാൽ കടന്നു, എരിഹോ കടന്നു, ബഥേൽ കടന്നു, യോർദാങ്കൽ വന്നു. മറ്റവരെല്ലാം പോയതറിയോ? യോർദാൻ കടന്നു, എരിഹോ കടന്നു, ബഥേൽ കടന്നു, ഗിൽഗാൽ വഴി അങ്ങോട്ട് പോയി ഇസ്രായേൽ മക്കൾ. 2 പേർ തിരികെ ഇങ്ങോട്ട് അതേ വഴിയിലൂടെ വരും. ബൈബിളും ഭൂമിശാസ്ത്രവും ഒരുമിച്ച് പഠിച്ചാൽ കാര്യം മനസ്സിലാകും. അവർ പോയ വഴിയെ 2 പേർ ഇങ്ങോട്ട് വരിക. ഞാൻ എൻ്റെ ശിഷ്യനോട് പറയുക, പിരിയാൻ നേരം എനിക്കെന്താ വേണം? അപ്പോൾ എൻ്റെ പക്കൽ 1000 ഉറുപ്പിക ഉണ്ടെന്ന് കൂട്ടിക്കോ. അവൻ 2000 ചോദിച്ചു, എവിടെ നിന്ന് കൊടുക്കാനാ? എടാ വിഡ്ഢി, ഇത്രയും പഠിച്ചിട്ട് നിനക്കിത് മനസ്സിലായില്ല, ഇത് തരാം. പക്ഷേ ഏലിയാവ് അതല്ല പറഞ്ഞേ, നിനക്കത് കിട്ടും. പ്രയാസമുള്ള കാര്യം. ഞാൻ എടുക്കപ്പെടുമ്പോൾ നീ അടുത്തു വേണം. എന്ത് ചെയ്തു? ഏലിയാവ് പുതപ്പ് കൊണ്ട് യോർദാനെ അടിച്ചു. യോർദാൻ 2ആയി വഴി പിരിഞ്ഞു. അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കിയേ. സസൂക്ഷ്മം നോക്കിയാൽ കാര്യം കാണാം. മോശ മരിച്ചടക്കപ്പെട്ട് കിടക്കുന്ന ആ ഭൂപ്രദേശത്തിലേക്കാണ് ഇവരുടെ തിരിച്ചു പോക്ക്. ജോഗ്രഫി പഠിച്ചാലേ അവിടെ പിടിയിട്ടു. ബൈബിൾ വായിച്ചോണം ആ ഭാഗത്ത് മനസ്സിലാകാത്തവർ. അവിടെ ചെല്ലുമ്പോൾ ഒരു കാഴ്ച, പെട്ടെന്ന് ചുഴലിക്കാറ്റിൽ ദൈവ സാന്നിധ്യം. മറ്റൊരു കാഴ്ച, ദൈവപുരുഷൻ പറയുക, അഗ്നിമയമായ രഥങ്ങൾ, തേരികൾ പ്രത്യക്ഷമായി എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഏലിശ ഇങ്ങനെ നിൽക്കുമ്പോൾ ഏലിയാവിൽ നിന്ന് പുതപ്പ് താഴേക്ക് വീണു. ഏലിശ മാറോടടുക്കി പിടിക്കുമ്പോൾ ഒരു കാഴ്ച, ഏലിയാവ് ചുഴലിക്കാറ്റിലെടുക്കപ്പെട്ടു. ഏലിയാവ് ചുഴലിക്കാറ്റിലാണ് പോയതെങ്കിൽ ഈ രഥം പിന്നെന്തിനു വന്നാ? കാലിയടിച്ചു പോനാ? ദൈവം ആരെയോ പ്രിയപ്പെട്ട ഒരുവനെ ഉൽപ്രാവണത്താൽ ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. തെളിവില്ല, പക്ഷേ സാഹചര്യ തെളിവുകൾ അത് ബോധ്യപ്പെടുത്തുന്നു. സാഹചര്യ തെളിവുകളെ ഞാൻ ഇങ്ങനെ പൂരിപ്പിക്കട്ടെ. 2500 ആണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ മോശയെയും ഏലിയാവിനെയും ഒരുമിച്ച് കണ്ടു. എവിടെ? മറുരൂപമലയിൽ. എന്നാ മോശ അങ്ങിവിടെ വന്നേ? ആരും അറിഞ്ഞില്ലത്. ക്രിസ്തുവിൻ്റെ നിന്ന ധനമെന്നെണ്ണിയവന് ദൈവം വച്ചിട്ടുണ്ടൊരു മാന്യത, ഒരനുഗ്രഹം. മിസ്രയീമിലെ വിലപിടിപ്പുള്ള നിക്ഷേപങ്ങളെക്കാൾ എനിക്ക് നിന്ന അഭിമാനമാണ്. ഈ നിന്ന എൻ്റെ ജീവിതത്തിൻ്റെ പ്രചോദനമാണ്. ഒറ്റയ്ക്ക് വീട് വിട്ടിറങ്ങി യേശുവിനെ അനുഗമിക്കുന്ന ചിലരെങ്കിലുമുണ്ട്. നീ ഒറ്റപ്പെട്ടവളല്ല, ഒറ്റപ്പെട്ടവനല്ല. നിനക്ക് വേണ്ടി അവൻ കരുതി വെച്ചിട്ടുണ്ട് ക്രിസ്തുയേശുവിൻ്റെ നിന്നയുടെ മാന്യത. അത് നനമെന്നെണ്ണി ജയത്തിൻ ജീവിതം നയിപ്പാൻ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കരുണ കാണിക്കട്ടെ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കട്ടെ. ഈ നല്ല ദൈവത്തിൻ്റെ പാതാരബിന്ദങ്ങളിൽ സ്വയം പ്രാപിക്കാം. നാഥ, അടിയന് വേണ്ടി അങ്ങ് പ്രവർത്തിക്കണമേ. ആ ദൈവകരങ്ങൾ ഏൽപ്പിക്കാം. അവിടെ നമ്മെ ശക്തീകരിക്കട്ടെ, സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.